ഹലോ, ഞാൻ ധന്യ. ഞാൻ ഇന്ന് പറയാൻ പോകുന്ന വിഷയം മറ്റുള്ളവരുടെ ജീവിതത്തെ കുറ്റം പറഞ്ഞ് ജീവിക്കുന്ന ചില സ്ത്രീകളുടെ ക്യാരക്ടറിനെ പറ്റിയാണ്. അങ്ങനത്തെ ഒരു വിഷയമാണ് എനിക്കിന്ന് പറയാനുള്ളത്. ബിക്കോസ് അത് എൻ്റെ ലൈഫിൽ കുറേ എക്സ്പീരിയൻസ് അത്തരം കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ചില സ്ത്രീകൾക്ക് മറ്റു ലേഡീസിനെ കുറ്റം പറഞ്ഞിട്ട് അവരുടെ ലൈഫിനെ സ്മൂത്താക്കാൻ വേണ്ടിയിട്ട്, വേറെ ഒന്നിനുമല്ല, അവരുടെ ലൈഫിനെ സ്മൂത്താക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും ആ ലേഡിയോടുള്ള ഒരു ദേഷ്യമോ കുശുമ്പോ അസൂയയോ അങ്ങനെയുള്ള എന്തെങ്കിലും കാരണം കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ ഇത്തരം ചില കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ തന്നെ നടന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വിഷയം എടുത്ത് പറയാമെന്ന് വിചാരിച്ചത്. കാരണം ഇങ്ങനെയുള്ള കുറേ എക്സ്പീരിയൻസ് പല ലേഡീസിനും ഉണ്ടായിട്ടുണ്ടാവും. അതുമൂലം ഇപ്പോൾ എന്താ പറയുക, നമ്മൾ അറിയുന്നില്ല ഇവർ നമ്മളെപ്പറ്റി കുറ്റം പറയുന്നത്. നമ്മൾ അറിയാതെ തന്നെ ഇവർ പലരോടും നമ്മളെപ്പറ്റി നമ്മൾ ചിന്തിക്കാത്തതും ചെയ്യാത്തതും അറിയാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ് ഒരു ആനന്ദം കണ്ടെത്തുക, അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി നമ്മളുടെ മറ്റൊരു ലേഡിയെ പഴിചാരിക്കൊണ്ട് മറ്റുള്ളവരുടെ ജീവിതത്തെപ്പറ്റി കുറേ കള്ളം പറഞ്ഞ് അതിൻ്റെ പേരിൽ ജീവിതം നയിച്ചു കൂട്ടുന്ന അത്തരം തരം താഴ്ന്ന ഒരു ടൈപ്പ് ഓഫ് കാറ്റഗറിയിലുള്ളൊരു ലേഡീസിനെ പറ്റിയാണ്. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഇത്തരം കുറച്ച് സ്ത്രീകളുണ്ട്. അപ്പോൾ അതിൽ മെയിനായിട്ട് ഒരു സ്ത്രീയാണ് വളരെ പ്രോബ്ലമാറ്റിക്കായിട്ട് നമ്മളുടെ കാര്യങ്ങളിൽ നമ്മൾ അറിയാത്തതും പറയാത്തതും ചെയ്യാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞുകൊണ്ട് സ്വയം ഒരു ആനന്ദം കണ്ടെത്തുകയാണോ, അതിലൂടെ ഒരുപാട് നമ്മൾ പഴിചാരിച്ച് കുറേ സുഖസൗകര്യങ്ങൾ അതിലൂടെ കിട്ടാൻ വേണ്ടിയിട്ടാണോ, എന്തിനാണോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അറിയില്ല. ഇത്തരം സ്ത്രീകളെ എനിക്കിഷ്ടം, വിശേഷിപ്പിക്കാൻ എനിക്കിഷ്ടമെന്ന് പറഞ്ഞാൽ വിഷപ്പാമ്പുകൾ എന്നാണ്. കാരണം എന്താ പറയുക, നമുക്കൊക്കെ ചിന്തിക്കാൻ പറ്റുമോ ആരെങ്കിലും ചെയ്യാത്തതും പറയാത്തതും അറിയാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ ചുമ്മാ എന്ത് കാര്യം കൊണ്ട്, എങ്ങനെയാണോ അവർക്ക് നല്ല കഴിവ് കേട്ടോ അത്. കാരണം ഇങ്ങനെ ആലോചിച്ചെടുത്ത് എന്തൊക്കെയോ അവരുടെ എന്തോ ആവശ്യത്തിന് വേണ്ടിയിട്ടോ അവരുടെ എന്തോ ഒരു ഫ്രസ്ട്രേഷൻ, നിരാശ കൊണ്ടോ എന്തൊക്കെയോ കൊണ്ട് ഇങ്ങനെ കുറേ കാര്യങ്ങൾ ആലോചിച്ച് കൂട്ടിയിട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ എന്താ പറയുക, നമ്മളറിയാതെയാണെന്ന് ആലോചിക്കണം. നമ്മളറിയാതെ നമ്മളെ ഒരു മോശപ്പെടുത്തുന്ന ഒരു തരം കാറ്റഗറിയിലുള്ള വളരെ നികൃഷ്ടമായ വർഗമാണ് ഇത്തരം സ്ത്രീകളെന്ന് പറഞ്ഞത്. എൻ്റെ കാര്യം പറഞ്ഞാലാണെങ്കിൽ ഈ ഹസ്ബൻഡിൻ്റെ ഫാമിലിയിൽ വന്ന ഒരു ലേഡി തന്നെയാണ്. അപ്പോൾ ആ ലേഡി എന്ന് പറഞ്ഞാൽ ഇവിടെ ഉള്ളതാണ്, ഈ സൗദി അറേബ്യയിൽ താമസിക്കുന്നതാണ്. അപ്പോൾ എന്താ പറയുക, ഞാൻ പേരെടുത്ത് പറയുന്നില്ല, അവർക്കിത് മനസ്സിലാവും. നമ്മൾ മറ്റുള്ളവരോട് പേരെടുത്ത് പറയുന്നതിലല്ലോ, അവർക്ക് കാര്യം പിടികിട്ടും. പിന്നെ ഇത്തരം അവരുടെ കുറേ ഇത്തരം എന്താ പറയുന്ന മോശം പ്രവൃത്തിക്ക് ഇരയായിട്ടുള്ള പലർക്കും അത് മനസ്സിലാവും. അവർക്കത് മനസ്സിലാവുന്നതുകൊണ്ട് എനിക്ക് യാതൊരു വിഷയമില്ല. കാരണം അവരുടെ ഇത്തരത്തിലുള്ള പ്രവൃത്തികൾക്ക് ഇരയായവരാണ് അവർ ഓൾമോസ്റ്റ് എല്ലാവരും. അല്ലാതെ തന്നെ നോക്കാനാണെങ്കിൽ ഞാൻ പറയുമ്പോൾ അവർക്ക് മാത്രമാണ് ഇത് മനസ്സിലാകുന്നത്. അപ്പോൾ അവർ ഒരിക്കലെങ്കിലും എനിക്ക് തോന്നുന്നില്ല അവരിത് കേട്ടാൽ അവർക്ക് മാറ്റം വരുമോ, അല്ലെങ്കിൽ അവരുടെ ക്യാരക്ടർ എന്താ അങ്ങനെയെന്നൊന്നും നമുക്ക് മനസ്സിലാകത്തില്ല. കാരണം ഞാൻ ഇവിടെ വന്ന സമയത്ത്, ഞാൻ ഈ സൗദി അറേബ്യയിൽ ഈ അൽഖോബാറിലേക്ക് വന്ന സമയത്ത് അതിന് മുന്നേ തന്നെ ഹസ്ബൻഡിൻ്റെ കുറേ ഫ്രണ്ട്സിൻ്റെ വൈഫൊക്കെ എന്നെപ്പറ്റി ഒരു ധാരണ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ അൽഖോബാറിൽ ആ സ്ത്രീ അവിടെ നേരത്തെ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ എന്താ പറയുക, അപ്പോൾ ഞാനിവിടെ വരുന്ന സമയത്ത് തന്നെ എന്നെപ്പറ്റി ഒരു മുൻധാരണ മറ്റ് എന്താ പറയുക, എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ മറ്റുള്ളവരോടൊക്കെ ഇവരൊരു ധാരണ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ വരുമ്പോഴത്തേക്കും അവരെന്നെ പറഞ്ഞു വെച്ചിരുന്നത് ഐശ്വര്യ റായ് വരുന്നുണ്ടെന്നാണ്. അപ്പോൾ ഐശ്വര്യ റായ് വരുന്നുണ്ടെന്നുള്ളൊരു കളിയാക്കലിലൂടെ, അല്ലെങ്കിൽ എന്താ പറയുക, അവർക്ക് എന്നെ ഐശ്വര്യ റായ് ആയിട്ടാണ് തോന്നിയിരിക്കുന്നത്. ഐ എം താങ്ക്ഫുൾ ടു ദാറ്റ്. ബട്ട് എനിവേ, അങ്ങനെ ഒരു എന്താ പറയുക, അവർക്കൊക്കെ ഏതോ ഒരാൾ വരുന്നുണ്ട് ഇങ്ങോട്ട് എന്നുള്ളൊരു ഇംപ്രഷൻ എന്നെപ്പറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താ പറയുക, അങ്ങനെ ഞാൻ വന്നപ്പോൾ തൊട്ട് അപ്പോൾ എനിക്ക് ഇവരെപ്പറ്റി ഇവരുടെ ഈ മോശമായിട്ടുള്ള ഇത്രയും വശങ്ങൾ എനിക്ക് അറിയില്ലായിരുന്നു. കാരണം നമ്മൾ ഇവരോട് ഇടപഴകിയിട്ടില്ലല്ലോ. അപ്പോൾ ഇവരെ നാട്ടിൽ വെച്ച് തന്നെ ഇവരെല്ലാവരും പറയുന്നുണ്ട് ഇവർ വളരെ മോശമായിട്ടുള്ളൊരു ക്യാരക്ടറാണ് എന്നുള്ളത്. നാട്ടിലെ എല്ലാവരും പറയുന്നുണ്ട്, ഹസ്ബൻഡിൻ്റെ മറ്റു ബന്ധുക്കളും ഹസ്ബൻഡിൻ്റെ ഫാമിലിയിൽ പറയുന്നുണ്ടായിരുന്നു, ഇവരുടെ തന്നെ സ്വന്തം വീട്ടിലുള്ളവരും പറയുന്നുണ്ടായിരുന്നു, ഇവരുടെ ആ കുടുംബത്തിലുള്ളവർ തന്നെ പറയുന്നുണ്ടായിരുന്നു ഇവർ അത്ര നല്ല ഇതല്ല എന്ന്. അപ്പോൾ നമുക്കത് എക്സ്പീരിയൻസ് ഇല്ല കേട്ടോ. അപ്പോൾ എക്സ്പീരിയൻസ് ഇല്ലാത്തടത്തോളം നമുക്ക് അറിയത്തില്ല ഇവരിങ്ങനത്തെ ഒരു കാറ്റഗറി ആണോ അല്ലയോ, നമുക്ക് അറിയത്തില്ലല്ലോ. അപ്പോൾ ഞാനാണെങ്കിൽ ഹസ്ബൻഡിനോട് ഇവരെ പറ്റി അതിന് മുന്നേ പറഞ്ഞിരുന്നതെന്ന് പറഞ്ഞാൽ
എന്താ പറയുക, അവർ കുഴപ്പമൊന്നുമില്ലല്ലേ, അവർ നല്ലതാണല്ലേ എന്നുള്ള രീതിയിലാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഹസ്ബൻഡ് അന്ന് മുതലേ എന്തോ ഒരു ഡൗട്ട് പോലെ പറയുന്നുണ്ട്. അപ്പം മറ്റുള്ളവരൊന്നും അങ്ങനെ അല്ല പറയുന്നത് പുള്ളിക്കാരിയെ പറ്റി. നീ അങ്ങനെ പറയുന്നു, ഓക്കെ, നിനക്ക് ഓക്കെ, മറ്റുള്ളവരൊക്കെ ഇവരെ അത്ര നല്ല രീതിയിലല്ല, നല്ല അഭിപ്രായമല്ല പറയുന്നത് എന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്കിത് എക്സ്പീരിയൻസ് ഇല്ലാത്തടത്തോളം കാലം നമ്മൾ ആരെയും പറ്റി കുറ്റം ചിന്തിക്കത്തില്ലല്ലോ. ഇത് ഞാൻ വന്നപ്പം മുതൽ ഇവർക്ക് എന്നോട് തുടങ്ങിയ വിഷയമാണ്. എൻ്റെ ദൈവമേ പറയണ്ട. കാരണം എന്താ പറയുക, ഞാൻ വന്നപ്പോൾ തൊട്ടേ ഇവർക്ക് പ്രശ്നങ്ങളാണ്. കാരണം എന്നെ ടാർഗറ്റ് ചെയ്യാൻ തുടങ്ങിയത് അവരപ്പോഴാണ്. അതുകൊണ്ടാണല്ലോ എനിക്കത് മനസ്സിലാവാൻ തുടങ്ങിയത്. പിന്നെ നമുക്കൊരു മുൻധാരണയും ഈ വെച്ചുകൊണ്ടല്ലല്ലോ, നമുക്കൊരു എക്സ്പീരിയൻസ് വന്നു കഴിയുമ്പോഴാണ് നമ്മൾ അയ്യോ ഇങ്ങനെയൊക്കെയുള്ള ആളുകളുണ്ടല്ലേ എന്നുള്ളൊരു കാര്യം നമ്മൾ ചിന്തയിലേക്ക് വരും. നമ്മൾ ഓപ്പൺ മൈൻഡായിട്ട് ജീവിക്കല്ലേ. നമുക്കിതുപോലെ കള്ളം മറ്റുള്ളവരെ പറ്റി ചിന്തിച്ചു കൂട്ടി പറയുക, നമ്മളോട് സ്ട്രേറ്റ് ഒരാൾ നമ്മളെ കുറ്റം പറഞ്ഞാൽ നമുക്കത് മനസ്സിലാവും. പിന്നെ നമുക്കിങ്ങനെ ഉൾട്ട കളിക്കുന്നതൊക്കെ നമുക്ക് പിന്നീട് റിയലൈസ് ചെയ്ത് വരുമ്പോഴാണ് നമ്മൾ ഇത്തരം കാറ്റഗറിയിലുള്ള സ്ത്രീകളുണ്ടെന്നുള്ളത് മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ സ്ത്രീയെ പറ്റി കുറേ കാര്യങ്ങളുണ്ട് എനിക്ക് പറയാനായിട്ട്. അപ്പോൾ ഇങ്ങനത്തെ അനുഭവങ്ങളുള്ളവർ അത് റിലേറ്റ് ചെയ്യാൻ പറ്റുമോ അവർക്ക്, ഞാൻ എന്താ പറയുന്നതെന്നും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു കാറ്റഗറിയിലുള്ള ആരെങ്കിലും അറിയാവോ, അതൊക്കെ ഒന്ന് എന്നോട് ഷെയർ ചെയ്താൽ നല്ലതായിരിക്കും. ഞാൻ എൻ്റെ വിഷമങ്ങൾ അല്ലെങ്കിൽ എൻ്റെ ലൈഫിലുണ്ടായ കുറച്ച് പ്രശ്നങ്ങളൊക്കെ തുറന്ന് ഓപ്പണായിട്ട് എല്ലാവരും ഷെയർ ചെയ്തപ്പോഴത്തേക്കും ഒരുപാട് പേര് എനിക്ക് വളരെ സന്തോഷം തോന്നിയ കാര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് അവരുടെ കാര്യങ്ങൾ അന്ന് വരെ എന്നോട് ഗുഡ് മോർണിംഗ് മാത്രം പറഞ്ഞുകൊണ്ടിരുന്നവരാണ്. അല്ലെങ്കിൽ എൻ്റെ വിശേഷം ഹൗ ആർ യു മാഡം, ഗുഡ് മോർണിംഗ് മാഡം, എന്താ പറയുക, സുഖമാണോ, അല്ലെങ്കിൽ അവിടെ കോവിഡ് എങ്ങനെയുണ്ട്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മാത്രം സംസാരിച്ചുകൊണ്ടിരുന്ന ആളുകൾ എന്നോട് ചോദിക്കാൻ തുടങ്ങിയതും അല്ലെങ്കിൽ പറയാൻ തുടങ്ങി അവരുടെ വിഷമങ്ങൾ. അത്രയും നാൾ ആഷ് പോഷ് അല്ലെങ്കിൽ ഹായ് ബായ് റിലേഷൻഷിപ്പിൽ മാത്രം ഉണ്ടായിരുന്ന ആളുകൾ ഒരുപാട് പേര് എന്നോട് അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ തുടങ്ങി. അവർക്ക് ഒരു കോൺഫിഡൻസ് ആയോ, അയ്യോ മാഡത്തിന്, അവർ കൂടുതൽ ആളുകൾ എന്നോട് പറയുന്നത് അയ്യോ ധന്യക്ക് ഇങ്ങനത്തെയൊക്കെ സിറ്റുവേഷനോ, അപ്പോൾ അവർക്കൊരു കോൺഫിഡൻസ് എന്നോട് ഷെയർ ചെയ്യാൻ ആയിട്ട്. അതെനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയ കാര്യമാണ്. കാരണം അവർ ഒരു മറയുമില്ലാതെ ഒരു എന്താ പറയുക ഒരു ചമ്മലും ഇല്ലാതെ, ഒരു ചമ്മലോ അല്ലെങ്കിൽ ഒരു മറയൊന്നും ഇല്ലാതെ ഓരോ അവരുടെ പ്രോബ്ലംസിനെ പറ്റി എന്നോട് ഷെയർ ചെയ്യുകയോ ചെയ്തിട്ടുള്ള അത്തരം കുറേ കാര്യങ്ങൾ എനിക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ഓരോ വിഷയമായിട്ട് എടുത്ത് പറയുന്നതായിരിക്കും. ഇനിയുള്ളൊരു എന്താ പറയുക, എൻ്റെ മോട്ടിവേഷൻ ടോക്സിൽ ഞാൻ അത് ഉൾപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ആരുടെയും പേര് പറഞ്ഞുകൊണ്ടൊന്നുമല്ല, ആരും ഷെയർ ചെയ്ത കാര്യങ്ങൾ പേഴ്സണലായിട്ട് എടുത്തിട്ട് അങ്ങനെ ആരുടെയും പേര് പറഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ അങ്ങനെയല്ല, അവരുടെ പെർമിഷനോട് കൂടി ഞാൻ അവരോട് ചോദിക്കും, നിങ്ങളുടെ ഈ വിഷയം ഞാനൊരു വിഷയമായിട്ട് എടുത്ത് പറയട്ടെ എന്ന് ചോദിച്ചുകൊണ്ട് അവരുടെ പെർമിഷനോട് കൂടി തന്നെ ഞാൻ ചില കാര്യങ്ങൾ ഷെയർ ചെയ്യും. കാരണം മറ്റുള്ളവരുടെ ലൈഫിലും വരുന്ന കുറച്ച് കാര്യങ്ങൾ അത് വലിയ പാഠങ്ങളായിട്ടുള്ള കാര്യങ്ങളാണ്. അത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു സോഷ്യൽ മീഡിയയിലൂടെ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് ഇൻഫർമേഷൻ എത്തിക്കുന്നത് ഇനിയുള്ള തലമുറയ്ക്ക് യൂസ്ഫുൾ ആകുന്ന കാര്യമാണ്, അല്ലെങ്കിൽ ആ സിറ്റുവേഷനിലൂടെ ഇനി വരാൻ പോകുന്ന ആളുകൾക്ക് ഉപകരിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് എന്നോട് കുറേ പേര് ഷെയർ ചെയ്ത കാര്യങ്ങൾ അവരുടെ പെർമിഷനോട് കൂടെ ആ ഒരു ടോപ്പിക് എടുത്ത് പറയാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഞാനതെല്ലാവരോടും ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ എന്നോട് യാതൊരുവിധ മടിയും കൂടാതെ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നവരോട് അവർക്കൊരു പറയാനൊരാൾ, അല്ലെങ്കിൽ ഇങ്ങനെ ഈ കാണുന്ന മാത്രമല്ല ലൈഫ്. അപ്പോൾ ഓരോരുത്തർക്കും ചെറിയ ഇഷ്യൂസ് ഉണ്ട്, അല്ലെങ്കിൽ ഇഷ്യൂസിൻ്റെ ഇൻറ്റൻസിറ്റി അത് എത്രമാത്രമാണെന്ന് നമ്മൾ തുറന്ന് പറയുമ്പോൾ കിട്ടുന്ന ഒരു എന്താ പറയുന്ന ഒരു ആശ്വാസം, അല്ലെങ്കിൽ തുറന്ന് പറയുമ്പോൾ മറ്റുള്ളവർക്കൊരു യൂസ്ഫുൾ ആകുന്നുണ്ടെന്നുള്ളൊരു അറിവ്, അതൊക്കെ വളരെ വലിയ കാര്യം തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾ ഇനിയും എന്നോട് ഒരുപാട് കാര്യങ്ങൾ, നിങ്ങൾക്കുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യണം. അത് പറ്റാവുന്നിടത്തോളം, നമുക്കിപ്പം എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും പറ്റണമെന്നില്ല, പറ്റാവുന്നിടത്തോളം നമുക്കത് മറ്റുള്ളവരിലേക്ക് ഇൻഫർമേഷൻ കൊടുത്ത് മറ്റുള്ളവരുടെ ലൈഫിൽ അങ്ങനത്തെ ഒന്നും വരാത്ത സിറ്റുവേഷനിലേക്ക് ഒരാളുടെയെങ്കിലും ലൈഫിൽ അത് ഹെൽപ്ഫുൾ ആകണം. അതുകൊണ്ട് എല്ലാവരും എന്നോട് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ ഇനിയും ഷെയർ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ഞാൻ പറഞ്ഞു വന്നത്, അപ്പോൾ ഇങ്ങനെ ഈ ലേഡി ആണെങ്കിൽ എന്നെ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട്. ഞാൻ എന്താ പറയുക, മനസ്സറിയാത്ത കാര്യങ്ങൾ. അപ്പോൾ ഫസ്റ്റ് തുടക്കം ഞാൻ പറയാം ഇതെങ്ങനെയായിരുന്നുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഇൻട്രൊഡക്ഷൻ ഐശ്വര്യ റായ് വരുന്നു എന്നുള്ളതായിരുന്നു. പിന്നെയാണെങ്കിൽ അപ്പോൾ ഇതൊക്കെ ഇവർ വിചാരിക്കുന്നത് എന്താ വെച്ചാൽ, ഈ മറ്റുള്ളവർ ഇവർ പറയുന്ന ലേഡി, ഇപ്പം മറ്റു സ്ത്രീകളോട് ഇവർ പറയുന്നത്, അപ്പോൾ ഇവരുടെ ഭർത്താവിനോട് ഇവർ ഷെയർ ചെയ്യും. പിന്നെ വേറൊരു കാര്യം പറഞ്ഞാൽ, നമ്മുടെ വീട്ടിലെ ഹസ്ബൻഡ്, ഞാനിങ്ങനെ പറഞ്ഞു വരുമ്പോൾ ഓരോന്ന് പറയുന്നതാണ് ഓർക്കുമ്പോൾ, ഈ നമ്മുടെ വീട്ടിലിപ്പം ഞാൻ ഒരാളെ പറ്റി ഞാനൊരു മോശം ആയിട്ടുള്ള കാര്യം എൻ്റെ ഹസ്ബൻഡിനോട് പറയുന്നു. അപ്പോൾ ഹസ്ബൻഡ് ഇതെന്തോ ഓക്കെ, ഒരാളെ പറ്റി മോശം പറഞ്ഞു, അടുത്ത ആളെ പറ്റി മോശം പറഞ്ഞു, പിന്നെ ഒരാളെ പറ്റി മോശം പറഞ്ഞു, ഇത് തന്നെയുള്ള പണി.
അപ്പം നമ്മൾ ഹസ്ബൻഡ് എന്താണ് നമ്മുടെ കൂടെ ജീവിക്കുന്ന പാർട്ട്ണർ, ഇപ്പോൾ ഹസ്ബൻഡിനാണ് അങ്ങനത്തെ ഒരു ക്യാരക്ടർ ഉണ്ടെങ്കിൽ കൂടെ ജീവിക്കുന്ന പാർട്ട്ണർ വൈഫ് അപ്പോൾ പറഞ്ഞു കൊടുക്കണം നമ്മൾ, അയ്യോ ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല, എന്താ ഇങ്ങനെ പറയുന്നത്, അവർക്ക് പോസിറ്റീവ്സ് ഇല്ലെങ്കിൽ ലീവ് ഇറ്റ്, അവർക്ക് പോസിറ്റീവ് ഇല്ലെങ്കിൽ ലീവ് ഇറ്റ്. ബട്ട് നെഗറ്റീവ്സ് ആണെങ്കിൽ ഈ നെഗറ്റീവ്സ് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ നെഗറ്റീവ്സ് എന്തിനാണ് ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് പറയുന്നത്, അല്ലെങ്കിൽ അത് കെയർ ചെയ്യേണ്ട, അത് നമുക്ക് പ്രശ്ന കാര്യങ്ങളല്ല, വിട്ടുകളയാൻ. അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ നെഗറ്റിവിറ്റി എപ്പോഴും നമ്മുടെ വീട്ടിൽ ടോക്ക് ചെയ്യാൻ പാടില്ല. അപ്പം അവരുടെ ഹസ്ബൻഡ് ഏത് കാറ്റഗറിയിലുള്ളതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഏതാളെ കുറ്റം പറയുന്നത് കേട്ടാലും ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഇവർ നിരന്തരമായിട്ട് മറ്റുള്ളവരെ ഒരു കാര്യമില്ലാതെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ ചെയ്ത കാര്യമാണ് പറയുന്നതെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. ചെയ്യാത്ത കള്ളങ്ങളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് മറ്റൊരു ആളിൽ നമുക്ക് മോശം പേരുണ്ടാക്കി വെച്ചിട്ട് അവർക്ക് എന്ത് നേടാനാണ്? ഒരു തരം എന്തോ ഒരു മാനസിക രോഗം, അല്ലാതെ എന്ത് പറയാനാണ്? അപ്പം ഞാൻ വന്നപ്പോഴത്തേക്കും ഒരു ലേഡി, ഹസ്ബൻഡിൻ്റെ വേറൊരു ഫ്രണ്ടിൻ്റെ വൈഫ് ഇങ്ങനെ വന്നിട്ട് എന്നോട്, ഞങ്ങൾ ഇവരുടെ വീട്ടിലിരിക്കും, അപ്പോൾ എന്നോട് ചോദിച്ചു നിൻ്റെ പ്രണയവിവാഹം അല്ലായിരുന്നു, അപ്പോൾ ആ പ്രണയവിവാഹത്തിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ കണ്ടുമുട്ടിയത്, അങ്ങനെ നിങ്ങൾ എങ്ങനെയാണ് ഇപ്പോൾ പ്രണയത്തിലോട്ട് എങ്ങനെയാണ് വന്നത്, അതിലൊരു സ്റ്റോറി കാണുമല്ലോ. അപ്പം അതെങ്ങനെയാണെന്ന് എന്നോട് ചോദിച്ചപ്പോഴത്തേക്കും ഞാനിങ്ങനെ നമുക്കുള്ള കാര്യമല്ലേ, ഞാനിങ്ങനെ സ്റ്റാർട്ട് ചെയ്തു അത് പിന്നെയെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ സ്ത്രീ ആണെങ്കിൽ അവിടെ നിന്നുകൊണ്ട് എന്തൊക്കെയോ കാണിക്കുന്നതന്നെ, ഇങ്ങനെ പറയരുത്, ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് എന്തൊക്കെ. ഇപ്പം ഞാനിങ്ങനെ നോക്കുക, എനിക്ക് എന്താണെന്ന് മനസ്സിലാകുന്നില്ല. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ നമ്മുടെ ഒരു അവസ്ഥ. എനിക്കിവർ എന്താ പറയുന്നത്, എന്നോട് എന്തിനാണ് മിണ്ടാതിരിക്കാൻ പറയുന്നത്, എന്താണ് ഇതൊന്നും എനിക്ക് പിടികിട്ടുന്നില്ല. അപ്പം ഞാനാണെങ്കിൽ ഇവരെ നോക്കും, എന്നിട്ട് ഞാനിങ്ങനെ പ്രൊസീഡ് ചെയ്യുമോ, അപ്പോൾ ഇവരിവിടെ ഇങ്ങനെ വിയർക്കുന്നു, വെപ്രാളം, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടല്, ഞാൻ പറയുന്നതിൽ നിന്ന് എന്നെ ഡിസ്ട്രാക്റ്റ് ആക്കാനായിട്ട് മാക്സിമം അവർ ശ്രമിക്കുന്നു. ഇതൊക്കെ ഞാൻ കണ്ടുകൊണ്ടിരിക്കും, അതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ എന്താണ് ഇവർ ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് ഇവരിങ്ങനെയൊക്കെ കാണിക്കുന്നത്, എനിക്കതൊന്നും മനസ്സിലാവുന്നില്ല. അപ്പം ഞാനിങ്ങനെ ഇരിക്കും. അപ്പം ഞാൻ എന്നിട്ട് എൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഈ പറയുമ്പോൾ മുഴുവനും ഈ കേൾക്കുന്ന ആളാണെങ്കിൽ ഇവരെ ഇങ്ങനെ നോക്കി ചിരിക്കുന്നു, ഇവർ കൊള്ളാലോ ആളെന്നുള്ള രീതിയിൽ എക്സ്പ്രഷൻ ഇടുന്നുണ്ട്. അപ്പം ഇവർക്ക് തമ്മിൽ ഇത് മനസ്സിലാവുന്നുണ്ട്, എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ ഇവരുടെ രണ്ടുപേരുടെയും ആക്ഷൻസ് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്, ഒബ്സർവ് ചെയ്യുന്നുണ്ട്. ഞാനൊരു ഹ്യൂമൻ ആണല്ലോ, ഇവരുടെ മുന്നേ ഉള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. പക്ഷേ ഞാൻ പ്രസൻ്റ്ലി പറയുമ്പോൾ ഇവർ ഇരുന്നപ്പം എന്താണ് ഞാൻ പറയുന്ന ലേഡി ഇവരെ നോക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവരൊരു സ്റ്റോറി കൊടുത്തിട്ടുണ്ട് അവർക്ക്. അപ്പോൾ എൻ്റെ പ്രണയവിവാഹത്തെ പറ്റി എനിക്കറിയാത്ത സ്റ്റോറി, ഞാൻ അറിഞ്ഞിട്ടില്ല, എനിക്കറിയത്തില്ല, ഞാനോട്ട് യാതൊരു ബന്ധവുമില്ലാത്തൊരു കൈൻഡ് ഓഫ് സ്റ്റോറി ഇവർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇത് ഞാൻ എൻ്റെ റിയൽ ലൈഫല്ലേ പറയുന്നത്, അതുമായിട്ട് യാതൊരു ബന്ധവും അതിനില്ലല്ലോ. ആ വെപ്രാളമാണ് ആ കാണാൻ സാധിച്ചത്. അപ്പം ഇവർ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഇത് പിടിക്കപ്പെടത്തില്ലെന്നും, അല്ലെങ്കിൽ എന്താ പറയുക, ആ ലേഡി വന്നിട്ട് എന്നോട് പ്രണയത്തെപ്പറ്റി എനിക്ക് തോന്നുന്നു ഈ സ്ത്രീ പറഞ്ഞപ്പോൾ തന്നെ അവൾക്ക് തോന്നിയിട്ടുണ്ടാവണം ഈ സ്ത്രീ പറയുന്നതിൽ എന്തൊക്കെയോ കള്ളമുണ്ടെന്ന്. അതുകൊണ്ടായിരിക്കണം അവൾ എന്നെ ഡയറക്റ്റ് കണ്ടപ്പോഴത്തേക്കും എന്നോട് ചോദിച്ചത് എങ്ങനെയായിരുന്നു ഞാൻ നിൻ്റെ ലവ് സ്റ്റോറി എന്ന് പറയുന്നത് എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചത്. അതുകൊണ്ടായിരിക്കും എന്നുള്ളത് ഉറപ്പാണ്. കാരണം അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ ഒരാൾ പറഞ്ഞ കാര്യം പിന്നെയും നമ്മളോട് വന്ന് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. അവർക്ക് ആ സ്ത്രീയിൽ നല്ല സംശയമുണ്ട്, കാരണം ആ സ്ത്രീ അങ്ങനത്തെ ഒരു കാറ്റഗറി ആണെന്ന് അവർക്കും നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് അവരെന്നോട് ഡയറക്റ്റ് ചോദിച്ചെല്ലാം മനസ്സിലാക്കിയത്. അപ്പോൾ ഇവർ പരസ്പരം ഇങ്ങനെ നിന്ന് നോക്കുന്നുണ്ട്, ഞാനിത് കാണുന്നുണ്ട്. അപ്പോഴും എനിക്ക് വൈ അങ്ങനത്തെ ഒരു ഇതേ ഉള്ളൂ, ഞാൻ അടുക്കുന്നതേ ഉള്ളൂ, ഇവരുടെ ക്യാരക്ടർ മനസ്സിലാക്കി വരുന്നതേ ഉള്ളൂ. എന്താന്നുള്ള ചിന്ത മാത്രമേ, എന്തായിരിക്കും അങ്ങനെ ഒരു ചിന്ത മാത്രമാണ്. പിന്നെയാണെങ്കിൽ ഇവർക്കൊരു ക്രേസ് ക്യാരക്ടറുണ്ട്. ഇവരുടെ ഈ ഹസ്ബൻഡും വൈഫിനും ഉള്ളതാണ്. 4 ആൾ അറിയുന്ന ആളുകളെയൊക്കെ വീട്ടിൽ വിളിച്ചു കൂട്ടും, വീട്ടിൽ ഇൻവൈറ്റ് ചെയ്യും, ഫുഡ്, അതിനൊക്കെ അവർ എത്ര പൈസ വേണമെങ്കിലും സ്പെൻഡ് ചെയ്യും കേട്ടോ. അപ്പോൾ പൈസ ഒന്നും ഇല്ലെങ്കിലും എങ്ങനെയെങ്കിലും സ്പെൻഡ് ചെയ്യും. കാരണം ഇവർക്ക് ഇങ്ങനെ കുറച്ച് അറിയപ്പെടുന്ന ആളുകളൊക്കെ വീട്ടിൽ വിളിച്ചിട്ട് അവർക്ക് ഡിന്നർ കൊടുത്തു എന്ന് പറയാൻ ഇവർക്ക് എന്തോ ഒരു ഇഷ്ടമാണെന്ന് തോന്നുന്നു. ബട്ട് അവർക്ക് മേ ബി കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഇപ്പം നമ്മളൊരു പരിചയത്തിലുള്ള അല്ലെങ്കിൽ നല്ല ആളുകളുമായിട്ട് സഹകരിക്കുന്നതിനൊക്കെ നല്ല കാര്യം തന്നെയാണ്. അവരെ വിളിച്ച് ഭക്ഷണം കൊടുത്ത് അവർക്കത് സന്തോഷമാകും, നല്ല കാര്യമാണ്. പക്ഷേ ഇവർ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ വേറെ ഒന്നിനുമല്ല, അവരുമായിട്ട് പരിചയം ഉണ്ടെന്ന് ഒന്നാമത് പറയാനുള്ളൊരു ആഗ്രഹം, അത് ഓക്കെ, ഇറ്റ്സ് ഓക്കെ. പക്ഷേ ഇവർ കൊടുത്തു കഴിഞ്ഞ് ഇവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. നമ്മൾ പിന്നെ അത് അറിഞ്ഞാലും അറിഞ്ഞില്ലല്ലോ എന്ത് കാര്യം. കാരണം നമ്മളെ ഒരാൾ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ, നമ്മളെ ഒരാൾ വീട്ടിലേക്ക് ഇൻവൈറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്കറിയത്തില്ലല്ലോ അയാൾ മനസ്സിൽ മോശം വെച്ചിട്ടാണോ എന്ന്. നമ്മളത് അറിയാതെയാണ്, നമുക്കതിനൊന്നും പറ്റൊന്നുമില്ല. എങ്കിൽ പോലും നമ്മൾ കുറച്ച് കൈൻഡ് ഓഫ് ആളുകൾ എന്തെങ്കിലും നമുക്കൊരു ഡൗട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവരുടെ വീടുമായിട്ട് സഹകരിക്കാതിരിക്കുന്നത് നല്ലത്. കാരണം
നമുക്കിവർ തന്നിട്ട് വിളിച്ചു പറയുകയും കുറ്റം പറയുകയാണ് ചെയ്യുന്നത്. അവരുടെ മെയിൻ ജോബ് എന്ന് പറഞ്ഞാൽ അവരെല്ലാവർക്കും വിളിച്ച് ഡിന്നർ കൊടുത്തിട്ട് എല്ലാവരും, ഞാൻ എൻ്റെ ചെവി കൊണ്ട് കേട്ടതും കണ്ടു നിന്നിട്ടുള്ളതുമായ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അങ്ങനത്തെ കാറ്റഗറിയിലുള്ള ആളുകളുണ്ട്. അപ്പം നമുക്ക് നല്ലതായിട്ട് മനസ്സിലാക്കാൻ ഇങ്ങനത്തെ ആളുകളെ നമുക്ക് പാടാം. നമ്മൾ കുറേ നാൾ കഴിഞ്ഞേ അത് റിയലൈസ് ചെയ്യത്തുള്ളൂ. ഈവൻ ദോ എന്നാലും നമ്മൾ കുറച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കണം. നമ്മളെ കുറ്റം പറയുന്ന ഒരു കാറ്റഗറി ഓഫ് പീപ്പിൾ ആണോ ഇവർ, അതുകൊണ്ട് നമുക്ക് സഹകരിക്കാമോ, അല്ലെങ്കിൽ നമ്മളെന്ത് ചെയ്യാനാണ്, നമ്മളെ വിളിച്ച് നമ്മൾ അങ്ങോട്ട് പറഞ്ഞോ അവരോട് എനിക്ക് നിങ്ങളുടെ വീട്ടിൽ ഡിന്നർ വേണമെന്നല്ലോ. അപ്പോൾ അവർ നമ്മളെ വിളിച്ചിട്ടാണ് പോകുന്നത്. ഈവൻ ദോ എന്നാലും നമ്മൾ ഒരു പരിധിക്ക് മനസ്സിലാക്കണം. നമുക്ക് ഒത്തിരി പരിചയമൊന്നും ഇല്ലെങ്കിൽ നമ്മൾ മാക്സിമം അവോയ്ഡ് ചെയ്യണം. കാരണം ഇവർ കുറ്റമാണ് പറയുന്നത്. അവർ വന്ന് കഴിച്ചിട്ട് പോയ രീതി, അവർ കഴിച്ചത്, അവരെന്തിനാ അങ്ങനെ കഴിച്ചു, അവരിങ്ങനെ കഴിച്ചു, അവരങ്ങനെ പറഞ്ഞു, അവരിങ്ങനെ പറഞ്ഞു. നമുക്ക് അത്ഭുതമാണ്. ഇവർ ഇൻവൈറ്റ് ചെയ്തിട്ടല്ലേ, അവർ വന്നതല്ലല്ലോ. അവർ വലിഞ്ഞ് കയറി വന്നവർക്ക് പോലും ഇത്ര ഇൻസൾട്ടായിട്ട് ആരും പറയത്തില്ല. അതുമാതിരി രീതിയിൽ അവർ പറഞ്ഞു വയ്ക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഉൾക്കൊള്ളാൻ പറ്റത്തില്ല എന്നുള്ളതാണ്. നമുക്ക് എന്തോ പോലെയാണ്. നമ്മൾ ആരെ കാണിക്കാനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഓരോരുത്തരുടെ കുറ്റം കാണാൻ വേണ്ടി നമ്മൾ പൈസ മുടക്കുക, കുറ്റം പറയാൻ വേണ്ടി അങ്ങനെ ചെയ്യുക. ഇതൊക്കെ ഒരു സ്ട്രേഞ്ച് ആയിട്ടുള്ള കാര്യമാണ്. ഇതിനേക്കാൾ എത്രയോ ഭേദമാണ്. എന്താ പറയുക, അത് പിന്നെ നല്ല മനുഷ്യർക്കല്ലേ പറഞ്ഞാൽ മനസ്സിലാകത്തുള്ളൂ. നമ്മുടെ ഈ പൈസ കൊണ്ട് പാവപ്പെട്ട ഒരു 10 പേരെ സഹായിച്ചു കഴിഞ്ഞാൽ പുണ്യമെങ്കിലും കിട്ടും. നമ്മുടെ കുട്ടികൾക്കും നമുക്കും ഒക്കെ പുണ്യമെങ്കിലും കിട്ടും. ഇത് എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ളത് മനസ്സിലാകത്തില്ല. ഇങ്ങനത്തെ കാറ്റഗറിയിലുള്ള ഒരു എന്ത് പറഞ്ഞാൽ എനിക്ക് ലൈഫിൽ എനിക്ക് ഭയങ്കര അത്ഭുതമായതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം ഷെയർ ചെയ്യുന്നത് കേട്ടോ. ഭയങ്കരമായൊരു അത്ഭുതകരമായൊരു ജീവിത രീതിയാണ് അവരുടേത്. അത് എങ്ങനെ പറയണമെന്നൊന്നും എനിക്ക് അറിയത്തില്ല, പക്ഷെ എനിക്ക് പറയാൻ പറ്റുന്ന പോലെ ഞാൻ പറയാം. പിന്നെയാണെങ്കിൽ എൻ്റെ മോളൊരു കൊച്ചുകുട്ടിയാണ്. അപ്പം എൻ്റെ മോൾക്കപ്പോൾ 4 വയസ്സ് 3.25 4 വയസ്സൊക്കെ ഉള്ളൂ. അപ്പം ഈ കൊച്ചു കുട്ടിയോട് വിളിച്ചിട്ട് ഓരോരോ കാര്യങ്ങൾ, ഞാൻ ഹസ്ബൻഡുമായിട്ട് എങ്ങനെയാണ്, അപ്പം ഒരു കുഞ്ഞു കുട്ടിക്ക് എങ്ങനെയാണ് ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുന്നത്. അപ്പോൾ അത് എങ്ങനെയാണെന്നൊക്കെ എൻ്റെ ഇപ്പം മോൾ വന്നിട്ട് അപ്പ ഇങ്ങനെയാ, അത് വല്യമ്മച്ച് ചോദിച്ചോ, അങ്ങനെ ചോദിച്ചു, ഇങ്ങനെ ചോദിച്ചു എന്നൊക്കെ മോള് വന്ന് പറയുന്നുണ്ട്. എനിക്ക് മനസ്സിലാകുന്നില്ല അതിനും എന്താ ഈ കുഞ്ഞ് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്, കൊച്ചെന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്, എന്താ ഇങ്ങനെയെന്ന് എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു. അപ്പം ഞാൻ വിചാരിക്കുന്നത് കുഞ്ഞിനോട് ഇവരിങ്ങനെ ചോദിച്ചിട്ടായിരിക്കുമല്ലോ കൊച്ചിങ്ങനെ വന്ന് ചോദിക്കുന്നത്. അല്ല, നമ്മൾ കുഞ്ഞിനെ വളർത്തുന്ന രീതി അങ്ങനെ അല്ലല്ലോ. അപ്പോൾ ഇതുമാതിരി ചോദ്യങ്ങളൊക്കെ ഇവരെ ഇവരെ കണ്ടതിന് ശേഷമാണ് മോളിങ്ങനെ പറയുന്നത്. എന്താ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് നമുക്കിങ്ങനെ അത്ഭുതം തോന്നും. അപ്പോഴും ഞാൻ വയ്ക്കും, എന്തൊരു ക്യാരക്ടർ ഇത്, കുട്ടികളോടൊക്കെ എന്താ ഇങ്ങനെ ചോദിക്കുക. വല്ലതും മനസ്സിലാകാനുള്ള പ്രായമായിട്ടുണ്ടോ കുഞ്ഞുങ്ങൾക്ക്? നമ്മൾ എന്താണെന്നുള്ളത് അറിയാനുള്ളൊരു പ്രായമായിട്ടില്ല കുട്ടികൾക്ക്. അപ്പോൾ എന്താ പറയുക, പിന്നെ ഇവർക്ക് പറയാനുള്ള കാര്യങ്ങളാണെങ്കിൽ ഇവർ കുട്ടികളെ കൊണ്ട് പറയിപ്പിക്കും. അതിവരുടെ ഒരു നേച്ചറാണ്. അപ്പോൾ ഇവർക്ക് എന്തെങ്കിലും നമ്മളോട് പറയാനുണ്ടെങ്കിൽ അത് കുട്ടികളെ കൊണ്ട് പറയിപ്പിക്കും. അത് അവരുടെ ഒരു വേഴ്സ്റ്റ് ക്യാരക്ടർ. അപ്പോൾ ആ കുട്ടികൾ അവരെന്ത് രീതിയിൽ വളർത്തിക്കൊണ്ട് വരുന്നു എന്നുള്ളത് അത് നമ്മൾ മനസ്സിലാക്കണം. കാരണം നമുക്ക് പറയാം, ഇപ്പോൾ ഞാൻ ഇരിക്കുമ്പോൾ നടന്ന സംഭവമാണ്. ഇപ്പോൾ ഇവരുടെ വീട്ടിൽ ഇവർ ചപ്പാത്തി ഉണ്ടാക്കുവാണ്. അപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കുമ്പോഴത്തേക്കും മുകളിലത്തെ കുട്ടികൾ വന്നിട്ട് കഴിക്കും. അപ്പോൾ ആ കുട്ടികൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് കുട്ടികളോട് പറഞ്ഞു കൊടുക്കുന്നത്, നിങ്ങൾ അവരോട് ഇങ്ങനെയൊക്കെ പറഞ്ഞ രീതിയൊന്നും ഞാൻ പറയുന്നില്ല, അങ്ങനെയൊക്കെ പറയണം. അപ്പോൾ അവരിനി മേലിൽ നമ്മുടെ വീട്ടിൽ വന്ന് ഇതുപോലെ ചപ്പാത്തി കഴിക്കത്തില്ലാണ്. എന്തിനാ നമ്മളെ ചപ്പാത്തി ഇപ്പോൾ കൊടുക്കരുതെന്ന് നമുക്ക്, പക്ഷെ എങ്ങനെയെങ്കിലും നമ്മളത് ഒഴിവാക്കുക. നമ്മൾ കുട്ടികളോട് അത് പറഞ്ഞിട്ട് കുട്ടികൾ വഴി അങ്ങനെ ചെയ്യിപ്പിക്കുമ്പോൾ ആ കുട്ടികളെ കൂടെ നമ്മൾ നമ്മുടെ അഴുക്ക് പഠിപ്പിച്ചു കൊടുക്കുക ചെയ്യുന്നത്. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. നമുക്ക് എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ നമ്മളത് കുട്ടികളെ അറിയിക്കാതെ നമുക്ക് തന്നെ, ഇപ്പം നമുക്കത് ഇഷ്ടമില്ലെന്നുണ്ടെങ്കിൽ ചപ്പാത്തി ഞാനിന്ന് ഉണ്ടാക്കിയില്ല, ഇപ്പോൾ ചപ്പാത്തി കൊടുത്താൽ കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഇനി കൊടുക്കണ്ടെന്നാണെങ്കിൽ എന്തെങ്കിലും വേറൊരു രീതിയിൽ മറ്റുള്ളവരെ മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യാത്ത വിധത്തിലും അല്ലെങ്കിൽ നമ്മുടെ കുട്ടി ഇത് അറിയാത്ത വിധത്തിലും ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ അത് കുട്ടികൾക്കും കൂടെ യൂസ്ഫുള്ളാണ്. അപ്പം അങ്ങനെയൊന്നും ആരും ചെയ്യാൻ പാടില്ല. നമുക്ക് എന്തെങ്കിലും കാര്യമുണ്ട് അത് കുട്ടികൾ വഴി മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അപ്പം ഈ കുട്ടികളൊന്നും അറിയത്തില്ല, അവർക്ക് അമ്മ പറഞ്ഞു കൊടുക്കുന്ന ഇങ്ങനെ പറയാനേ അറിയത്തുള്ളൂ. അപ്പോൾ ആ കുട്ടികൾ ആ ഒരു ക്യാരക്ടറിലേക്ക് വരും. പിന്നെ ഇത് കേൾക്കുന്ന ആളുകൾ വരികയോ ഈ കുഞ്ഞെന്താ ഇങ്ങനെ വളരുന്നത്, അപ്പോൾ അതൊരു ശാപം പോലെ ആയിരിക്കും. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. പിന്നെയാണെങ്കിൽ ഒരു ദിവസം ഈ സ്ത്രീ പെട്ടെന്ന് റെഡിയാവുന്നു. അപ്പം ഞാൻ ചോദിച്ചു, എവിടെ പോവാ ചേച്ചി, എവിടെ പോകുന്നു? അതെ ഇന്നടുത്ത് പോവുക. ഞാൻ ചോദിച്ചാൽ എന്താ അവിടെ വല്ല പാർട്ടിയോ വല്ലതും ഉണ്ടോ, അതോ എന്തെങ്കിലും വിശേഷമുണ്ടോ പെട്ടെന്ന് പോകാനായിട്ട്, ധൃതി പിടിച്ചുള്ള ഒരുക്കം? അപ്പം ഞാൻ പറഞ്ഞു, അപ്പോൾ ഈ ലേഡി പറഞ്ഞു,
അത് വിശേഷമൊന്നുമില്ല. പിന്നെ നമ്മളെ അവരോട് പറയാതെ ചെല്ലണം. അവരോട് നമ്മൾ പറയരുത് അവരുടെ വീട്ടിൽ ചെല്ലുന്നെന്ന്. അപ്പോൾ ചോദിച്ചാൽ എന്തോ പറഞ്ഞു, എനിക്ക് മനസ്സിലായില്ല. അല്ല, അവരുടെ വീട്ടിൽ വിശേഷമൊന്നുമില്ല, അവർ ഞങ്ങൾ ചെല്ലുന്ന കാര്യം അവർക്ക് അറിയത്തില്ലെന്ന്. ഞാൻ പറഞ്ഞു ഓക്കെ, അതിനെന്താണെന്നാണ്. അല്ല, നമ്മൾ അവരോട് പറയാതെ ചെല്ലണം. അവരുടെ വീട്ടിൽ എന്തെങ്കിലും അഴുക്കുണ്ടെങ്കിൽ നമുക്ക് പിടികിട്ടുന്നത് അപ്പോഴാണ്. ഇപ്പം നമ്മൾ അറിയിച്ചിട്ട് അവരോട് ചെല്ലാൻ പാടില്ല. അപ്പം ഞാനെന്തോ ചോദിച്ചു തോന്നുന്നു, ഫോൺ നിങ്ങൾ വിളിച്ചായിരുന്നു അപ്പോൾ ചെല്ലുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടോ, അങ്ങനെ എന്തെങ്കിലും പെട്ടെന്ന് ചെല്ലുമല്ലേ, എന്താ ഇങ്ങനെ പെട്ടെന്ന് ഒരുങ്ങുന്നത് കണ്ടപ്പോൾ ഞാനെന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? നമ്മൾ വിളിച്ചിട്ടൊന്നും പറയാൻ പാടില്ല. അവരോട് വിളിച്ച് പറയാതെ നമ്മൾ അവരുടെ വീട്ടിൽ ചെന്നാൽ മാത്രമേ ഉള്ളൂ അവരുടെ വീട് എങ്ങനെയാണ് യഥാർത്ഥത്തിൽ കിടക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ഞാനിത് കേട്ടിട്ട് നമുക്കിത് കേൾക്കുമ്പോൾ അത്ഭുതം പറഞ്ഞാൽ മനസ്സിലാവുമോ എനിക്കറിയില്ല. അപ്പം ഇവർ പറയുന്നതാണ് ഇങ്ങനെ. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, നമ്മൾ മറ്റുള്ളവരുടെ വീട്ടിൽ ധൃതി പിടിച്ച് പോകുന്നത് അവരോട് പറയാണ്ട് ചെല്ലണം, അവരോട് വിളിച്ച് പറയാണ്ട് ചെല്ലണം. ഓക്കെ, വിളിച്ച് പറയുകയോ പറയാതിരിക്കുകയോ വാട്ടവർ ഇറ്റ് മേ ബി, അത് പോട്ടെ. നമ്മുടെ മനസ്സെങ്ങനെയാ അവരുടെ വീട്ടിലെ അഴുക്കുകൾ കണ്ടുപിടിക്കാൻ ബെറ്റർ അവരറിയാതെ അവരുടെ വീട്ടിൽ വിസിറ്റ് ചെയ്യുന്നതാണെന്ന്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, എത്രമാത്രം അഴുക്കാണ്. ഞാനിത് അതുകൊണ്ടാണ് പറയുന്നത് വിഷപ്പാമ്പ് എന്നാണ് അത്തരം കൈൻഡ് ഓഫ് സ്ത്രീകളെ എനിക്ക് വിശേഷിപ്പിക്കാനുള്ളത്. നമ്മൾ ഒരു സാധാരണ ഒരു ഹ്യൂമൻ്റെ മനസ്സിൽ ചിന്ത പോലും വരുമോ? ഞാൻ ഒരു സ്ഥലത്തോട്ട് ചെല്ലുമ്പോൾ എനിക്ക് അവിടെ പോകണം, എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ പോയാൽ മതി, ഒന്നാമത്തെ കാര്യം. രണ്ടാമത് എനിക്ക് അവിടെ പോകണം, പക്ഷെ എൻ്റെ മനസ്സിലെന്താ, അവിടുത്തെ അഴുക്കുകൾ, അവിടെ എന്താണ് മോശം, അവരുടെ വീട്ടിലെ പ്രസന്റ് സിറ്റുവേഷൻ എന്താണ് എന്നുള്ളത് ഫൈൻഡ് ചെയ്യാനായിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ പോകുന്നതാണ് എൻ്റെ ഈ ധൃതി പിടിച്ചുള്ള ഒരുക്കം. ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ കേട്ടിട്ട് അധപ്പതിച്ച ആളുകളാണ്. കാരണം അവരോട് നമ്മൾ എന്താ പറയേണ്ടത്? നമുക്കിത് കേൾക്കുമ്പോൾ എനിക്ക് മെച്യൂരിറ്റി ഇല്ല ഇത് കേട്ട് കഴിഞ്ഞാൽ. അത് എങ്ങനെ പറഞ്ഞു കൊടുക്കണം, എങ്ങനെ ചെയ്യണം എനിക്ക് അറിയത്തില്ല. പക്ഷെ നമുക്ക് കേൾക്കുമ്പോൾ വല്ലാത്തൊരു സ്ട്രേഞ്ച്നെസ്സും അവേർഷനും ഇങ്ങനത്തെയൊക്കെ ഉള്ള കാറ്റഗറിയിലുള്ള ആളുകൾ ഉണ്ടോ ദൈവമേ, എന്ത് കഷ്ടമാണ്. അപ്പം ഇവരൊന്നും മനസ്സിലാക്കണം, ഇവരോടും മറ്റുള്ളവർ അങ്ങനെ ചെയ്യുമോ? അപ്പോൾ ഇവരിങ്ങനെ ചെയ്യുമ്പോൾ മറ്റുള്ളവർ ഇവരെ പറ്റി എന്തൊക്കെ പറയുമായിരിക്കും, അതൊന്ന് ചിന്തിക്കണം. അപ്പം എന്നിട്ട് പിന്നെ അവരുടെ വീട്ടിൽ പോയിട്ട് വന്നിട്ട് വിശേഷം പറയാൻ തുടങ്ങി. അവർ ജാതി എടുത്ത് പറഞ്ഞ ഇവരെ ഇൻസൾട്ട് ചെയ്യുന്നത്, അതും വേറൊരു വിഷയം. നമ്മളൊരിക്കലും ജാതി എടുത്ത് പറഞ്ഞല്ലോ, ഇന്ന ജാതിയിലുള്ളവർ വൃത്തിയില്ല, ഇന്ന ജാതിയിലുള്ളവർ, അങ്ങനെ ഉണ്ടോ? അങ്ങനെ ഇല്ല. പിന്നെ എന്തുകൊണ്ടാണ് അവർ ജാതി എടുത്ത് പറഞ്ഞതെന്ന് എനിക്കറിയില്ല. അങ്ങനെയുള്ളവരുടെ വീട്ടിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ പുറമേയൊക്കെ അവർ ഇങ്ങനെ മേക്കപ്പൊക്കെ ചെയ്ത് നടന്നോളും. പക്ഷെ ഒന്ന് ചെല്ലണം, ആഴക്ക് പിടിച്ച്. പിന്നെ കിച്ചണിൽ കയറണം. എന്താ പറയുക, നമ്മൾ വെള്ളം കുടിക്കത്തില്ല കിച്ചണിൽ, അവരുടെ അടുക്കളയിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വെള്ളം കുടിക്കത്തില്ല എന്നൊക്കെയുള്ള രീതിയിൽ അവരെ ഇൻസൾട്ട് ചെയ്ത് അങ്ങേയറ്റം പറയുവാണ്. അപ്പം ഭർത്താവ് ഇതെല്ലാം കേട്ടിരുന്ന് ചിരിക്കുക, ഒന്നും പറഞ്ഞു കൊടുക്കുന്നില്ല. അപ്പം ഒരാളുടെയും ജാതി അനുസരിച്ചല്ല വൃത്തി, ഒരിക്കലും അല്ല. പിന്നെ എന്താ അവരങ്ങനെ പറയുന്നത് എനിക്കറിയത്തില്ല. പക്ഷേ പറഞ്ഞത് എന്താ പറഞ്ഞ വൃത്തിയില്ല. അപ്പോൾ എന്താ പറയുക, ഇപ്പം ഞാൻ പറഞ്ഞത് ഒരാളുടെയും ജാതി അല്ലല്ലോ വൃത്തി. കാരണം ഒരാളുടെ ഇൻഡിവിജ്വാലിറ്റിയാണ്. ഞാൻ എൻ്റെ ആ വൃത്തിയുടെ ശുചിത്വം വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു ഇൻഡിവിജ്വാലിറ്റിയാണ് അത്. നമ്മൾ ഒരു വീട്ടിൽ, ഇപ്പോൾ ഒരു ജാതിയാണല്ലോ ഒരു വീട്ടിലുണ്ടാകുന്നത് നോർമലി. അപ്പോൾ ഒരു വീട്ടിലുള്ളവർ തന്നെ പല രീതിയിലാണ്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഒരു ജാതി പറയുന്നത്? ഒരു ജാതിയൊക്കെ ഒരു വലിയ കാറ്റഗറി അല്ലേ. ഒരു കുടുംബത്തിലുള്ളവർക്ക് തന്നെ പല വൃത്തിയാണ്. പിന്നെ നമ്മളത് വൃത്തിയുടെ ബേസിൽ എന്തിനാണ് കൊണ്ടുവന്നതെന്ന് എനിക്കറിയില്ല. അപ്പം അത്തരത്തിലുള്ള വിവരക്കേടുകളാണ് പറയുന്നത് കൂടുതലും. അപ്പം ഇത് നമുക്കറിയത്തില്ല എങ്ങനെ പറഞ്ഞു കൊടുക്കണമെന്നൊന്നും. അപ്പം ഇവിടെ ഒരു സ്വഭാവമാണ് മറ്റുള്ളവരെ ഇങ്ങനെ ദൂഷിച്ച് ചിലപ്പോൾ അവരുടെ വീട്ടിൽ നല്ല വൃത്തിയായിട്ട് ഇവർ ചുമ്മാ കള്ളം പറയുന്നതായിരിക്കും. ഇവരുടെ കിച്ചണിൽ ഇവരുടെ ഭർത്താവ് കയറിയിട്ടില്ലല്ലോ. ഭർത്താവിൻ്റെ കാര്യം പറയുമ്പോഴാണ്. പിന്നെ ഭർത്താവിനോട് കള്ളം പറഞ്ഞു കൊടുക്കുക. ഭർത്താവിനോട് കള്ളം പറഞ്ഞു കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ അറിയുന്നില്ല. ഇപ്പോൾ ഒരു ഇൻസിഡൻറ്റ് എടുത്തു കഴിയുമ്പോഴത്തേക്കും അത് ഭർത്താവിനോട് നമ്മളെപ്പറ്റി, അത് ഇൻസിഡൻറ്റ് നടന്നിട്ടേ ഉണ്ടാവത്തില്ല, ഇവരങ്ങനെയുള്ള കാര്യങ്ങൾ ഭർത്താവിനോട് പറഞ്ഞു കൊടുക്കും. കള്ളമായിട്ടൊരു കഥ ഉണ്ടാക്കിയിട്ട് ഭർത്താവിനോട് പറഞ്ഞു കൊടുക്കും. അപ്പോൾ അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഭർത്താവിൻ്റെ പേരിൽ, ഭർത്താവിൻ്റെ മുന്നിൽ നല്ലതാണ്. നമ്മളോട് നേരിട്ട് കാണിക്കുമ്പോഴത്തേക്കും അത് പറയത്തില്ല, വേറൊന്നായിരിക്കും കാണിക്കുന്നത്. ഇവർ ഭർത്താവിനോട് പറഞ്ഞു കൊടുക്കുമ്പോൾ വേറൊന്നായിരിക്കും. അതിന് ഇൻസിഡൻ്റ് ഉണ്ട്. ഇപ്പോൾ ഇവരുടെ വീട്ടിൽ ഞാനുണ്ടായിരുന്ന സമയത്ത് ഇവർ എന്നോട് പറയും, ഇവിടെ ഹസ്ബൻഡ് ഉള്ളപ്പോൾ എന്നോട് പറയും ഒരു ജോലി ചെയ്യേണ്ടെന്ന് പറയും. ഈ പാത്രം ഒന്നും കഴിയരുതെന്ന് പറയും. ഞാൻ ഓക്കെ, ഇവിടെ ഒരു നല്ലൊരു
ഹോസ്പിറ്റാലിറ്റി, അതായത് ആചാര മര്യാദ, അതുകൊണ്ടായിരിക്കും ഇവരങ്ങനെ പറയുന്നത്. അപ്പോൾ എന്താ, ഹസ്ബൻഡ് അങ്ങോട്ട് മാറി കഴിയുമ്പോൾ ഈ പാത്രം ഒന്ന് കഴുകിയേക്ക്, ഈ പച്ചക്കറി ഒന്ന് അരിഞ്ഞതാ, ഇതൊക്കെ ഇവിടെ പറച്ചില്ല. അപ്പം നമ്മൾ ചെയ്യുകയും ചെയ്യും. അപ്പം പക്ഷെ ഭർത്താവ് നിൽക്കുമ്പോൾ എന്താ ഇങ്ങനെ പറയും. ഇതിൻ്റെ കാര്യം എനിക്ക് പിടികിട്ടിയത് പിന്നീടാണ്. ഭർത്താവിനോട് നമ്മൾ ഒന്നും ചെയ്യത്തില്ല എന്നുള്ള രീതി വരുത്തണം, ഇവരെല്ലാം കിടന്ന് കഷ്ടപ്പാട് പെടുന്നു എന്നുള്ള രീതി വരുത്തി തീർക്കണം. ഇതിനാണ് ഭർത്താവിൻ്റെ, എൻ്റെ എക്സ്പീരിയൻസ് ആണ്. എന്നോട് ഒന്നും ചെയ്തെന്ന് പറയുമ്പോൾ ഓക്കെ, അത് കഴിയുമ്പോൾ ഭർത്താവ് അങ്ങോട്ട് പോകുമ്പോൾ ഉടനെ തന്നെ നമ്മളെ കൊണ്ട് എന്തെങ്കിലും ചെയ്യിപ്പിക്കും. എന്തൊരു ക്യാരക്ടറാണെന്ന് ആലോചിച്ച് നോക്കി. ഇവർക്ക് ഇങ്ങനെ ചെയ്യണം, ഇവർക്ക് ഇങ്ങനെ ചെയ്യണം. എന്താ, അവരുടെ ഭർത്താവിൻ്റെ മുന്നിൽ മറ്റു സ്ത്രീകളെ ഒന്ന് കൊച്ചാക്കി കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഇവരുടെ അഭിനയമാണ് അതൊക്കെ, മനസ്സിലായോ? എന്നിട്ട് അവർ എന്തിനാണ് ഇവർ ഈ പാടുപെടുന്നത്? ദൈവമേ, ഇവർക്ക് ഇങ്ങനത്തെ ആവശ്യമുണ്ടെങ്കിൽ നമ്മളോട് നേരിട്ട് പറഞ്ഞാൽ നമ്മൾ തന്നെ അതിനെ സഹകരിച്ചു കൊടുക്കും. നമുക്ക് എന്തിനാ ഇവരുടെ ഭർത്താവിൻ്റെ സർട്ടിഫിക്കറ്റ്? ഇവിടെ ഭർത്താവിൻ്റെ സർട്ടിഫിക്കറ്റ് കൊണ്ടാണോ നമ്മൾ കഴിയുന്നത്? നമുക്ക് നമ്മുടെ ഭർത്താവിൻ്റെ സർട്ടിഫിക്കറ്റ് പോലും വേണ്ട, പിന്നെ കണ്ടവൻ്റെ ഭർത്താവിൻ്റെ സർട്ടിഫിക്കറ്റ്. എന്ത് കാറ്റഗറിയിലുള്ള ലേഡീസാണെന്ന് ആലോചിച്ച് നോക്കിക്കേ. എന്തിനു വേണ്ടിയിട്ടാണ് ഇവർക്ക്? സത്യം പറഞ്ഞാൽ എനിക്ക് സഹതാപം കേട്ടോ. ഇവരെന്തൊക്കെയോ കാട്ടിക്കൂട്ടുകയാണ് ഇതിന് വേണ്ടിയിട്ട്. പിന്നെയാണ് എനിക്ക് തേങ്ങ ചിരണ്ടി തന്നിടുന്നത്. തേങ്ങ ചിരണ്ടി തന്നിട്ടിട്ട് 100 കുറ്റമാണ്. അപ്പോൾ എൻ്റെ ദൈവമേ, എനിക്കൊരു 1000 തേങ്ങ ഞാൻ അങ്ങോട്ട് ചിരണ്ടി തന്നേനെ എൻ്റെ പൊന്നു ചേച്ചി. എന്നെ കുറ്റം പറയാതിരുന്നാൽ മതിയായിരുന്നു. കുറ്റം പറയാൻ വേണ്ടി ഇവരെന്തും ചെയ്യും. ഞാൻ പറഞ്ഞില്ലേ, പൈസ മുടക്കും, കഷ്ടപ്പാട് പെടും, എന്ത് വേണമെങ്കിലും ചെയ്യും. എന്നിട്ട് എല്ലാവരെയും ഇവർക്ക് കുറ്റപ്പെടുത്തണം. നിങ്ങൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിക്കും ദൈവം ഒരു വാല്യൂവും തരത്തില്ല. പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഇവരുടെ വീട്ടിൽ മുകളിലത്തെ താമസിക്കുന്ന ഒരു കുഞ്ഞു കുട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ മോളെക്കാളും ചെറുതായിരുന്നു. അപ്പോൾ ആ കുട്ടിയാണെങ്കിൽ ഡെയിലി അവർക്ക് ജോലിക്ക് പോകേണ്ടപ്പോൾ ഇവരുടെ വീട്ടിൽ കൊണ്ട് ഒന്ന് ആക്കിയിട്ട് പോകും. പിന്നെ എനിക്ക് പറയാനുള്ളത്, ജോലിയുള്ള ലേഡീസിനോടാണ്. ജോലിയുള്ളവർ നിങ്ങളുടെ കുട്ടികളെ സുരക്ഷിതമായിട്ട് നിങ്ങൾ പൈസ മുടക്കിയിട്ട് ഡേ കെയറിൽ കൊണ്ടാക്കിയാലും കുഴപ്പമില്ല. പക്ഷേ ഇതുമാതിരിയുള്ള ആളുകൾക്ക് കൊടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. ആരെങ്കിലും പരിചയമുള്ളവർക്കോ അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക, എന്തെങ്കിലും എന്താ പറയുക, നമുക്ക് കൂട്ടുകാർ അങ്ങനെയുള്ള ആർക്കും നമ്മൾ കുട്ടിയെ കൊടുത്തിട്ട് അധികം വിശ്വസിച്ചിട്ട്, എല്ലാവരും ഇങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ഇങ്ങനെയുള്ളവരും ഉണ്ടല്ലോ എന്നുള്ള ചിന്ത കൊണ്ട് പറഞ്ഞു പോകുന്നതാണ്. നമുക്ക് പറഞ്ഞു തരാനല്ലേ പറ്റത്തുള്ളൂ. പിന്നെ എന്താ പറയുക, നമ്മുടെ മക്കളെക്കാളും നന്നായിട്ട് സ്നേഹപൂർവ്വം മറ്റുള്ളവരുടെ കുട്ടികളെ നോക്കുന്നതായിട്ടുള്ള ആളുകളും സ്ത്രീകളും, നല്ല സ്ത്രീകളുണ്ട് ലോകത്ത് ഒരുപാട് പേര്. പക്ഷെ ഇത്തരം വിഷപ്പാമ്പുകളും ഉണ്ട്. ഞാൻ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. ആ കുട്ടിയെ കൊണ്ട് കൊടുത്തപ്പോഴത്തേക്കും, ആ കുട്ടിയെ വാങ്ങിച്ചപ്പോഴൊക്കെ ഇവർ ആ അമ്മയുടെ നല്ല രീതിയിലൊക്കെ പെരുമാറി. അപ്പോൾ അവരറിയുന്നില്ലല്ലോ എന്തിനാ ഇവർ ഇത്ര കഷ്ടപ്പാട് പെടുന്നത്. അവർക്ക് വയ്യെങ്കിൽ അത് തുറന്ന് പറയുന്നത് പുണ്യമാണ്. കാരണം നമുക്കൊരു കുട്ടിയെ നോക്കാൻ വയ്യ എങ്കിലും നമ്മളത് ഓപ്പണായിട്ട് പറയണം അവരോട്. ഇവരറിയുന്നില്ലല്ലോ. ഇവർ നോക്കുമ്പോൾ സ്നേഹപൂർവ്വം കുട്ടിയെ വാങ്ങിയ ആ നിമിഷം തന്നെ ഇവരവിടെ താഴെ വെച്ചു. കുട്ടിയെ താഴെ വെച്ചു, നോ പ്രോബ്ലം. താഴെ വെച്ചിട്ട് ആ കുട്ടിയെ പറ്റിയും അവരുടെ വീടിനെ പറ്റി, അവരുടെ വീട്ടുകാരെ പറ്റി, അവരുടെ അമ്മയുടെ ഇങ്ങനെയുള്ള ആക്കിയിട്ട് പോകുന്നത്, ഞാൻ എന്താ കുട്ടികളെ നോക്കാനിരിക്കുന്ന ആളാണോ, അതാണോ ഇതാണോ എന്നൊക്കെ പറയാൻ തുടങ്ങിയതാണ്. ഇവരതൊന്നും അറിയുന്നില്ല. ഒന്ന് ആലോചിച്ച് നോക്കണം. ഇവർ നേരിട്ട് പറയില്ല. ഇവർക്ക് ബാക്ക് എൻഡിൽ കൂടെ കുറ്റം പറയാനേ പറ്റുള്ളൂ. അതാണ് അവരുടെ എന്താ പറയുക, ക്യാരക്ടർ. എന്നിട്ട് ഈ കുട്ടിയാണെങ്കിൽ അവിടെ ഇരുത്തിയിരിക്കും. അവിടെ ഇരുത്തിയിട്ട് എന്തൊക്കെയോ കാണിക്കുന്നു. ആ കുട്ടി ഇങ്ങനെ നിസ്സഹായമായിട്ടിരിക്കുന്നു. എനിക്കാണെങ്കിൽ സങ്കടമുണ്ട്. അപ്പോൾ എന്താ പറയുക, എന്നിട്ട് ഈ കുട്ടിക്ക് ഇവർ പായിൽ ഞങ്ങളപ്പോൾ ചോറ് കഴിക്കുക. അപ്പം ഞാനും എല്ലാവരും ചോറ് കഴിക്കാം, മോളും എല്ലാവരും ചോറ് കഴിക്കാനിരിക്കുക. അപ്പം ഞങ്ങൾ ചോറ് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ കുട്ടിക്ക് പായിൽ ചോറിട്ട് കൊടുത്ത് ഇവർ, ഈ നമ്മൾ ഇരിക്കുന്ന പായയില്ലേ അതിൻ്റെ പുറത്തേക്ക് ചോറിട്ട് കൊടുക്കുന്നു. അപ്പോൾ ഇവരുടെ ഭർത്താവ് കണ്ട് നിൽക്കുവാണ്. ഒരുമിച്ച് ചോറ് കഴിച്ചുകൊണ്ടിരിക്കുക ഞങ്ങളെല്ലാവരും. അപ്പോൾ ഈ പായിൽ ചോറിട്ട് കൊടുത്തപ്പോഴത്തേക്കും, ഞങ്ങൾ എല്ലാവരും കൂടെ നിലത്തിരുന്ന് ഭക്ഷണം കഴിച്ചതാണ്. പായിൽ ചോറിട്ട് കൊടുത്തപ്പോഴത്തേക്കും ഞാൻ അയ്യോ അങ്ങനെ ചെയ്യാൻ പാടില്ല, എനിക്ക് നെഞ്ച് പൊട്ടുന്ന പോലെ തോന്നിയത്. അപ്പോൾ ഞാൻ അയ്യോ എന്താ ഈ കാണിക്കുന്നത്, പായിലോ? ഇത് ഞാൻ എപ്പോഴും ചെയ്യാറുള്ളതാണ്. ഈ കൊച്ചിന് പായിൽ പെറുക്കി തിന്നുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ പറയുമ്പോൾ എനിക്ക് എന്താ മാതിരിയാണ്. കാരണം നമ്മൾ മറ്റൊരാളുടെ കുട്ടിയാകുമ്പോൾ നമ്മളുടെ കുട്ടിക്ക് കൊടുക്കുന്ന പ്ലേറ്റിനേക്കാളും ഏറ്റവും നല്ലൊരു ഭംഗിയും നല്ല വൃത്തിയുള്ളൊരു പ്ലേറ്റല്ലേ നമ്മൾ ആരെങ്കിലും വരുന്നവർക്ക് നോർമലി കൊടുക്കാറുള്ളത്. അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞിൻ്റെ പോലത്തെ പ്ലേറ്റ് അല്ലേ നമ്മൾ കൊടുക്കാറുള്ളത്.
അതിൻ്റെ പായിലിട്ട് ആ പായിന്ന് അത് പെറുക്കി തിന്നുന്നത് ഞാൻ പറഞ്ഞു പെറുക്കി തിന്നരുത്, പായിനെ പെറുക്കി തിന്നരുതെന്ന് പറഞ്ഞ് ഞാൻ ചോറ് ആ കുട്ടിക്ക് വായി വെച്ച് കൊടുക്കും. അതവരുടെ ഹോബിയാണ്. ആ കുട്ടി പായിൽ നിന്ന് ചോറ് പെറുക്കി തിന്നുന്നത് കാണുന്നത് ആ മാനസിക രോഗിയായ സ്ത്രീയുടെ രോഗമാണ്. അത് കണ്ട് എൻജോയ് ചെയ്യുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി. ഈ എക്സ്പീരിയൻസ് ഒക്കെ ഞാൻ പറയണ്ടേ തുറന്ന്? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇതൊക്കെ ഒരു പാഠമാണ്. നമ്മുടെ കുട്ടികളെ മറ്റുള്ളവരുടെ അടുത്ത് ഏൽപ്പിച്ചിട്ട് പോകുമ്പോൾ ഇത്തരം കാറ്റഗറിയുള്ള വിഷമാണ്. നമ്മൾ അറിയാതെ ആണ് എങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. അറിയാതെ ആകുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ഇങ്ങനെയുള്ളവരും ഉണ്ട്. അതിനേക്കാൾ എത്രയോ ഭേദം നമ്മുടെ കയ്യിൽ കുറച്ച് പൈസയിലേ പോകത്തുള്ളൂ. വേറൊരു സ്ഥലത്ത് സുരക്ഷിതമായിട്ട് നമ്മുടെ കുറേ കുട്ടികളുണ്ട്. എല്ലാവരെയും കൂടെ മാനേജ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇതുപോലെ നമ്മുടെ കുട്ടിക്ക് വരില്ലല്ലോ. എന്നിട്ട് അവരുടെ പേരൻസിനും അവരുടെ ഭർത്താവിനെ കാണുമ്പോൾ ഇവരുടെ സന്തോഷവും ഇവരുടെ അഭിനയവും ഇവരുടെ ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ എന്താ പറയുക, നമ്മൾ നിന്നുകൊണ്ട് ഇങ്ങനെ കാണുമല്ലേ, ഒരു സൈഡിൽ ഇത് ഇങ്ങനെ കാണുമല്ലേ, നമുക്ക് അത്ഭുതമാണ്. അവരെന്തിനാണ് അഭിനയിച്ചു കൂട്ടുന്നതെന്ന് അറിയില്ല. നിങ്ങൾ എത്ര അഭിനയിച്ചു കൂട്ടിയാലും നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾ ദൈവത്തിൻ്റെ കണക്ക് പുസ്തകത്തിൽ നല്ല രീതിയിൽ റെക്കോർഡാക്കിയിട്ടുണ്ട് ദൈവം. ഒരു ആവശ്യമില്ല. പിഞ്ചു കുഞ്ഞുങ്ങളോടൊക്കെ അല്ലേ, ആരോടായാലും എന്താ പറയുന്നത്, ആ കുഞ്ഞുങ്ങളൊക്കെ എന്ത് തെറ്റിയിട്ട് അങ്ങനെ ചെയ്യുന്നത്. ഇനി നിങ്ങളുടെ അസൂയ മൂത്ത് നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾക്കൊക്കെ അവർ നിങ്ങളെ ദ്രോഹിച്ചിട്ടില്ല. ഇപ്പം ഞാനായിക്കോട്ടെ, അല്ലെങ്കിൽ ആ ലേഡി ആയിക്കോട്ടെ, അല്ല ആ കുട്ടി ആയിക്കോട്ടെ, ആരും നിങ്ങളെ ദ്രോഹിച്ചിട്ടല്ല നിങ്ങൾ ചെയ്യുന്നത്. നിങ്ങളുടെ ഒരുതരം മാനസിക രോഗത്തിൻ്റെ ഉന്മാദം അത് തീർക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ കാട്ടിക്കൂട്ടുന്നതാണ്. മേലിൽ നിങ്ങൾ ഇതുപോലെ ചെയ്യരുത്. ദൈവത്തിൻ്റെ കണക്ക് പുസ്തകത്തിൽ ഇതെല്ലാം എഴുതി വെച്ചിട്ടുണ്ടാവും. നിങ്ങൾ മറ്റുള്ളവരെ കാണുമ്പോൾ, എന്നെ കാണുമ്പോൾ ഒരു അഭിനയം, അവരുടെ പാരൻസിനെ കാണുമ്പോൾ ഒരു അഭിനയം, അങ്ങനെ അഭിനയിച്ചിട്ടല്ല. നിങ്ങൾ എന്ത് പ്രവൃത്തി ചെയ്യുന്നു, ആര് കാണാതെ ആരറിയാതെ എന്നല്ല. ഇങ്ങനെ മറ്റുള്ളവരെ കുറ്റം പറയുന്നത് നിങ്ങൾക്ക് ഇത്ര അധപ്പതിച്ച കുറ്റങ്ങളാണുള്ളത്. അതെന്തുകൊണ്ടാണ് നിങ്ങൾ മനസ്സിലാക്കാത്തത്? ഇത്രയും നികൃഷ്ടമായൊരു സ്വഭാവത്തിന് ഉടമകളാണ് നിങ്ങൾ. എന്നിട്ട് നിങ്ങൾ അതൊന്നും മനസ്സിലാക്കാതെ മറ്റുള്ളവരിൽ എന്ത് കുറ്റമാണ്? നിങ്ങളുടെ അത്രയും കുറ്റമുള്ളവർ ആരാണ് ഈ ലോകത്തുള്ളത്? മറ്റുള്ളവരെ കുറ്റം പറയുമ്പോഴത്തേക്കും ഒന്ന് ആലോചിക്കേണ്ടത്, നമ്മളെപ്പറ്റി 1000 ആളുകൾ കുറ്റം പറയുന്നുണ്ടാവും. ഇങ്ങനെ നമ്മൾ പോളിഷ് ചെയ്ത് ജീവിച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല. ഇനി ഒന്നുമില്ല, ആരെ അറിയിക്കാൻ നമ്മൾ കുറേ പോളിഷ് ചെയ്ത് അവിടെ കുറ്റം പറഞ്ഞ് ഇവിടെ കുറ്റം പറഞ്ഞ് അവിടെ കുറ്റം പറഞ്ഞ് നടക്കും. പക്ഷെ ദൈവം ഒന്നൊരാളെ പറ്റിക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? പിന്നെയാണെങ്കിൽ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, എന്നെപ്പറ്റി ഞാൻ വരുന്നതിന് മുന്നേ തന്നെ ഈ സ്ത്രീ എല്ലാവരോടും ഒരു ഇൻഫർമേഷൻ കൊടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഇങ്ങനെയാണ്, എല്ലാ ആണുങ്ങൾക്കും എന്നോട് എന്തോ ഒരു അട്രാക്ഷനാണ്, അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ആണുങ്ങളെയൊക്കെ ഒന്ന് സൂക്ഷിക്കണം എന്നൊക്കെയാണ്. ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി. ഇത് കേൾക്കുന്ന ആർക്കായാലും എന്തായിരിക്കും എന്നൊക്കെ ഉള്ളൊരു പേടിയുണ്ടാവും. അപ്പോൾ അവരൊക്കെ നമ്മളോട് അതേ രീതിയിലായിരിക്കും ബിഹേവ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെപ്പറ്റി ഞാനെന്താ അപ്സരസോ വല്ലതും. അപ്പോൾ എന്നെപ്പറ്റി അങ്ങനത്തേക്കുള്ളൊരു ഇൻഫർമേഷൻ കൊടുത്തു വെക്കാന്ന് പറഞ്ഞാൽ ഇവർ വിചാരിക്കുന്നത് ആരും നമ്മളോട് ഇതൊന്നും പറയത്തില്ല എന്നുള്ളതാണ്. ഇപ്പം ഞാൻ ഈ സംസാരിക്കുന്നതെല്ലാം വിറ്റ്നസ്സും കാര്യങ്ങളും സാക്ഷികളും എല്ലാം ഉള്ള കാര്യങ്ങളാണ്. കാരണം ഇവർ വിചാരിക്കുന്നത് ഇതെല്ലാം ഇവരിങ്ങനെ രഹസ്യമായിട്ട് വെച്ചുകൊണ്ടിരിക്കുന്ന, അങ്ങനെ പറഞ്ഞാൽ അവരാരും പറയത്തില്ല, അവരാരും നമ്മളൊരിക്കലും അറിയാൻ പോകുന്നില്ലെന്ന്. നമ്മൾ അറിയുമ്പോൾ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒന്നുമില്ലെങ്കിൽ നമ്മൾ ഇത്തരം എന്താ പറയുന്ന നികൃഷ്ട ജീവികളോട് ഒരു തവണ പ്രതികരിക്കാൻ പോയത് ഹസ്ബൻഡ് എന്നെപ്പറ്റി കുറേ കാര്യങ്ങൾ ഇവരിങ്ങനെ പറഞ്ഞു എൻ്റെ ഭാര്യയെപ്പറ്റി, എൻ്റെ ഹസ്ബൻഡ് അവിടെ വീട്ടിൽ ചെന്ന് തന്നെ പറഞ്ഞാണ്, എൻ്റെ ഭാര്യയെപ്പറ്റി ഇനി മേലിൽ നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞു എന്ന് ഞാൻ അറിഞ്ഞാൽ അത് വാൺ ചെയ്തിട്ടുള്ളതാണ്. അവർ നിർത്തിയോ ആവാറില്ല. അവരത്ര ക്യാരക്ടർ, അവർ മാനസിക രോഗമാണല്ലോ, ഇതെപ്പോൾ മാറുമോ ആവും. അപ്പോൾ അങ്ങനെ. പിന്നെയാണെങ്കിൽ എൻ്റെ കുഞ്ഞിനോട് ഒരു പ്രാവശ്യം മോള് വന്നിട്ട് എന്നോട് അമ്മയുടെ വലിയ മാല തന്നേ എന്താ പറയുന്നത് ബേബി, വലിയ മാല തന്നേ കുഞ്ഞിന്, വലിയ മാല തന്നേന്ന്. അപ്പം ഞാൻ എന്തിനാ ബേബി വലിയ മാല? ഏത് മാലയാണ് കുഞ്ഞ് പറയുന്നത്? അപ്പം വലിയ മാലയില്ലേ അമ്മയുടെ. അപ്പം ഞാൻ പറഞ്ഞു അമ്മയുടെ താലിമാലയോ? അപ്പം ഞാൻ പറഞ്ഞു താലിയല്ലേ ബേബി കിടക്കുന്നത്, എന്തിനാ ബേബിക്ക് വലിയ മാല? അത് അമ്മ ഊരി വെച്ചിരിക്കുവാന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു അതെ വല്യമ്മച്ചി ചോദിച്ചല്ലോ അമ്മയുടെ വലിയ മാല വല്യമ്മച്ചിയെ കാണിക്കാനാണ്. അപ്പം ഞാൻ പറഞ്ഞു അയ്യോ എന്തിനാ? അപ്പം എന്നോട് ചോദിച്ചാൽ പോരെ, എൻ്റെ വലിയ മാല കാണണമെങ്കിൽ എന്നോട് ചോദിച്ചാൽ പോലെ. എനിക്ക് മനസ്സിലായില്ല കേട്ടോ എന്താ കാര്യമെന്ന് ഞാൻ പറയാം. ഞാൻ ഇവിടെ വന്ന ശേഷം വലിയ മാല ആയതുകൊണ്ട് എനിക്കൊരു കുഞ്ഞു മാല വേണമെന്ന് ഹസ്ബൻഡിനോട് ഞാൻ കുറേ നാളായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ആ മാല ഇപ്പോഴും ഉണ്ട്. അപ്പോൾ കുഞ്ഞുമാലയും വലിയ മാല ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ആ മാല കുഞ്ഞു മാല അപ്പോൾ ഒരു കുഞ്ഞു മാല ഹസ്ബൻഡ് എനിക്ക് കുറേ നാളത്തെ ആഗ്രഹമല്ലേ, അപ്പോൾ അത് വാങ്ങിയിട്ട്
പിന്നെ ലുലു അന്ന് ഓപ്പണായ സമയമാണ്, ഏകദേശം ഓപ്പണിങ് ടൈം. അപ്പം എനിക്ക് ഹസ്ബൻഡ് മലബാർ ഗോൾഡ് ഓപ്പൺ ആയതേ ഉള്ളൂ ലുലുവിൽ. അപ്പം മലബാർ ഗോൾഡിൽ നിന്ന് എനിക്ക് ഒരു കുഞ്ഞുമാല വാങ്ങി തന്നു. അതെ, കുഞ്ഞുമാല വാങ്ങി തന്നു. ഇപ്പോൾ ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ താലി എടുത്തിട്ട് കുഞ്ഞുമാലയിൽ കൊരുത്തിട്ടു, വലിയ മാല ഊരി വെച്ചു. ഇവർക്ക് വലിയ മാല കാണണം. അപ്പം ഇവരുടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ വന്ന സമയം അപ്പം അക്കോമഡേഷൻ കാര്യങ്ങൾ എല്ലാ സാധനങ്ങളൊക്കെ വാങ്ങുകയൊക്കെ ചെയ്യേണ്ടത്. അപ്പം ഞങ്ങൾ അതുവരെ ഞങ്ങൾ ജിദ്ദയിലായിരുന്നു. അപ്പോൾ ജിദ്ദയിൽ പിന്നെ ഇങ്ങോട്ട് വന്നതാണ്. അപ്പോൾ ഇതൊക്കെ വാങ്ങണമല്ലോ. അപ്പോൾ ഇവരുടെ വിചാരം ഈ മാല വിറ്റോ എന്നുള്ള ആയിരിക്കും, എനിക്കറിയില്ല എന്താണെന്ന്. അതായിരിക്കും, വിറ്റ് കാണുമോ, അപ്പോൾ പൈസയ്ക്ക് ബുദ്ധിമുട്ട് വല്ലതും വന്നപ്പോൾ ഈ മാല വിറ്റിട്ടുണ്ടാവുമോ എന്നുള്ളൊരു ചിന്ത കൊണ്ടായിരിക്കും, എനിക്കറിയില്ല എന്താണ്. ഇതാകാനാ ചാൻസ്, നമുക്കറിയില്ലല്ലോ ഇവരുടെ മനസ്സിലിരിപ്പം എന്താണ്. പക്ഷെ ഇവർക്ക് മാല കാണണമായിരുന്നു. കുഞ്ഞെന്നോട് വന്ന് മാല കാണിക്കും, ഞാൻ കൊടുത്തു വിടും. നല്ല വെയിറ്റുള്ള എൻ്റെ താലിമാലയാണ്. അപ്പോൾ ഹസ്ബൻഡ് ഇവിടെ നിന്ന് കൊണ്ടുവന്ന താലിമാലയാണ്. അപ്പം ഞാൻ കൊച്ചിൻ്റെ കയ്യിൽ ഈ ഗോൾഡ് കൊടുത്ത് വിടുമോ? പക്ഷെ കുഞ്ഞിങ്ങനെ കുഞ്ഞിനോട് പറയുന്ന കാര്യങ്ങൾ അങ്ങനെ പറയാനല്ലേ അറിയത്തുള്ളൂ. അങ്ങനെ പിന്നെയാണ് എൻ്റെ കുഞ്ഞ് ഒരു പ്രാവശ്യം അവിടെ കളിച്ചുകൊണ്ട് നിൽക്കുക. അപ്പോൾ കുഞ്ഞ് വെള്ളം ചോദിച്ചെന്ന്. അപ്പോൾ പറഞ്ഞു വീട്ടിൽ പോയി കുടിക്കാൻ പറഞ്ഞു. അപ്പോൾ കളിച്ചുകൊണ്ട് നിൽക്കുന്ന കുഞ്ഞ് ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വീട്ടിൽ വരുന്നു, വെള്ളം കുടിക്കുന്നു, പോകുന്നു. പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും കുഞ്ഞ് ഇതുപോലെ തന്നെ എന്നെ പോലെ വെള്ളം കുടിക്കുന്ന എപ്പോഴും. അപ്പോൾ വെള്ളം കുടിക്കുന്നു, പോകുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു മോളെ അവിടെ വെള്ളം ഉണ്ടല്ലോ, മോൾ എപ്പോഴും വരണ്ട, വെള്ളം അവിടെ കുടിച്ചോ എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞത് വല്യമ്മച്ചി പറഞ്ഞു അവിടുത്തെ വെള്ളം തരത്തില്ല, വീട്ടിൽ പോയി കുടിക്കാൻ പറഞ്ഞു എന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ ഞാനപ്പം അവരുടെ മോനുമായിട്ടാണ് വന്നത്. മോനോട് ഞാൻ ചോദിച്ചു അത് അങ്ങനെ പറഞ്ഞോ, അതെന്താ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചപ്പോൾ അതെ പിന്നെ ഭയങ്കര പിന്നെ എന്താ പറയുന്നത്, ആൻറ്റിക്ക് ഭയങ്കര വൃത്തിയാണ്, ആൻറ്റിക്ക് ഞങ്ങളുടെ വീട്ടിൽ നിന്നൊന്നും കുടിക്കുന്ന ഇഷ്ടമല്ല, അതുകൊണ്ട് വീട്ടിൽ പോയി കുടിക്കാൻ പറഞ്ഞു. അവരുടെ വീട്ടിൽ നിന്ന് 1000 തവണ അവരുടെ വീട്ടിൽ നിന്ന് കുറേ തവണ വെള്ളം കുടിച്ചിട്ടുണ്ട് മോള്. ഞാൻ കൂടെ നിൽക്കുമ്പോഴൊന്നും അവർക്ക് കുഴപ്പമില്ലല്ലോ വെള്ളം കുടിക്കാനായിട്ട്. ഞാൻ ഇല്ലാത്തപ്പോൾ പറയുക എനിക്ക് ഭയങ്കര ഓവർ വൃത്തിയാണ്, അതുകൊണ്ട് നിൻ്റെ അമ്മയ്ക്ക് ഇഷ്ടപ്പെടത്തില്ല, നീ വീട്ടിൽ പോയി വെള്ളം കുടിച്ചോ കുഞ്ഞിനോട് പറഞ്ഞു. ഇവരുടെ മോനും അത് സമ്മതിച്ചു. ഇവരുടെ മോനും പറഞ്ഞു അമ്മ അങ്ങനെ പറഞ്ഞു, ആൻറ്റിക്ക് ഭയങ്കര വൃത്തിയായതുകൊണ്ട് അമ്മ അങ്ങനെ പറഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അപ്പം ഇതൊക്കെയാണ് ഇവരുടെ എന്താ പറയുക, കുഞ്ഞു കുട്ടികളോട് അവർ വൃത്തിയായിട്ടുള്ള വെള്ളം കൊടുക്കുക, അവരുടെ കുട്ടികൾക്ക് കൊടുക്കുന്ന വെള്ളം കൊടുക്കുക, അത്രേ ഉള്ളൂ. അല്ലാതെ നമ്മൾ ഇപ്പം എനിക്ക് ഓവർ വൃത്തിയാന്ന് പറഞ്ഞിട്ട് മോളോട് അതൊരു ഇൻസൾട്ട് രീതിയിൽ പറഞ്ഞ് മോളെ വേദനിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. എനിക്ക് വൃത്തി തന്നെയാണ്, പക്ഷേ എൻ്റെ മോൾക്ക് ഞാൻ നല്ല വെള്ളം തന്നെയാണ് കൊടുക്കുന്നത്. അവരുടെ വീട്ടിൽ അവരുടെ കുഞ്ഞുങ്ങൾക്കുള്ള, അവരുടെ കുഞ്ഞുങ്ങൾക്ക് വിഷമുള്ളതാണ് കൊടുക്കുന്നെങ്കിൽ അതെൻ്റെ കുഞ്ഞിന് കൊടുക്കാം. കാരണം ഒരു അമ്മ കൊടുക്കുന്നത് അവരുടെ കുട്ടികൾക്ക് എല്ലാവർക്കും ഒരുപോലെ. അപ്പം എൻ്റെ കുട്ടിക്കും ആ കൂട്ടത്തിൽ കൊടുത്തു, അതിനൊരു തെറ്റും കാണുന്ന വ്യക്തിയല്ല ഞാൻ. അപ്പം അങ്ങനെയൊക്കെയുള്ള പെരുമാറ്റം അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഭയങ്കര നമ്മൾ ഒന്നാമത്തെ കാര്യം നമ്മളുടെയൊക്കെ ലൈഫിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ മറ്റുള്ളവരെ പറ്റി ചിന്തിക്കാനോ പറയാനുള്ള നേരമോ, നമുക്ക് നമ്മുടെ കാര്യങ്ങൾ തന്നെ ചെയ്തു തീർക്കാൻ, അല്ലെങ്കിൽ നമുക്ക് സത്യം പറഞ്ഞാൽ ഞാൻ കിടന്ന് ഉറങ്ങും. പിന്നെ ഈ സ്ത്രീ കാരണം എനിക്ക് വലിയൊരു ഗുണമുണ്ടായി കേട്ടോ. കാരണം അത് ഗുണമാണ് ദോഷമാണെന്ന് എനിക്ക് ഡിസ്ക്രിമിനേറ്റ് ചെയ്ത് പറയാൻ പറ്റത്തില്ല, ഈവൻ ദോ. പക്ഷെ ഒരുപാട് കാര്യങ്ങളിൽ ഗുണമായിട്ട് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഇവർ ഈ പറഞ്ഞ ലേഡീസിനോടൊക്കെ ഇവരെന്നെ പറ്റി കുറേ മോശം കാര്യങ്ങളൊക്കെ പറഞ്ഞ് കള്ളം മാത്രമാണ്, ഒന്ന് ആലോചിച്ച് നോക്കണം, കള്ളം മാത്രമാണ്. ഇവരോട് ഞാൻ എന്ത് ചെയ്തിട്ടാണ് ഇവരിങ്ങനെ പറഞ്ഞത്? കള്ളം മാത്രം പറഞ്ഞു. വേറെ ഇപ്പം എൻ്റെ പ്രണയം പോലും അവർ വേറൊരു രീതിയിലാണ് പറഞ്ഞ് വെച്ചിരുന്നത്. എന്ത് രീതിയിൽ, എന്ത് വൃത്തികെട്ട രീതിയിലാണ് അവ പറഞ്ഞതെന്ന് അറിയത്തില്ല. അതുകൊണ്ടാണല്ലോ അവരെൻ്റെ മുന്നിൽ നിന്ന് തന്നെ ചിരിച്ചത്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു ലേഡി ഏത് രൂപത്തിൽ പറഞ്ഞിട്ടോ ഈ പറയുന്നവരൊക്കെ എന്നോട് അപ്പം അകന്ന് കഴിയുകയും പിന്നീട് ഞാൻ മനസ്സിലാക്കിയത് ഈ ട്രയാങ്കിൾ ഷേപ്പിൽ ഇവരൊക്കെ പരസ്പരം കുറ്റങ്ങൾ പറഞ്ഞുള്ളൊരു ഫ്രണ്ട്ഷിപ്പാണ്. ഈ സ്ത്രീയാണ് ഞാൻ പറഞ്ഞല്ലോ, ഒരു വീട്ടിൽ ചെല്ലുന്ന അവരുടെ കുറേ കുറ്റങ്ങളൊക്കെ കുറ്റങ്ങളൊന്നും ഞാനിപ്പോൾ ഓപ്പണായിട്ട് പറയുന്നില്ല. കാരണം ആളുകളെ പ്രതി പറയാൻ ചിലപ്പോൾ അവർക്കും മനസ്സിലാവും, അവർക്ക് അങ്ങനെ പോകും. പക്ഷേ പറഞ്ഞ കാര്യങ്ങളെല്ലാം എനിക്ക് പിന്നെ നിങ്ങൾക്ക് അറിയണമെന്ന് നിർബന്ധമാണെങ്കിൽ പറയാം, അത്രേ ഉള്ളൂ. അല്ലാതെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇങ്ങനെ ട്രയാങ്കിൾ ഷേപ്പിൽ കിടന്ന് കളിക്കുമോ കുറ്റങ്ങൾ, ആ കുറ്റം ഈ കുറ്റം, പിന്നെ കസിൻസുമായിട്ട് കാറിലിരുന്ന കുറ്റം, ആ കുറ്റം എന്തൊക്കെയോ എനിക്കിപ്പം അറിയാതെ വന്നു പോകുന്നത്. അപ്പോൾ ആ കുറ്റം ഈ കുറ്റം. ഇപ്പം ഞങ്ങൾ സ്ത്രീകളെ പറ്റി ഒരു വളരെ മോശമായിട്ടാണ് പറയുന്നത്. എല്ലാ ഈ സ്ത്രീകളെ പറ്റി ഇവർക്ക് കുറേ കുറ്റങ്ങളുണ്ട് പറയാൻ. ഇതൊന്നും ഞാൻ വിശ്വസിച്ചിട്ടില്ല. കാരണം എന്നെപ്പറ്റി പറഞ്ഞതും ഞാൻ നേരിട്ട് കണ്ടാണല്ലോ, മറ്റുള്ളവരെ പറ്റി പറയുന്നത് എനിക്കറിയാം. അപ്പം അങ്ങനെ ആകുമ്പോൾ ഇതൊക്കെ വിശ്വസനീയമായ കാര്യമാണെന്നൊന്നും ഞാൻ എടുക്കുന്നേ ഇല്ല. കാരണം ഇവരാണ് പറഞ്ഞത്, അതുകൊണ്ട് തന്നെ നമുക്കറിയാം 100% കള്ളമായിരിക്കും. അപ്പോൾ ഇങ്ങനെ കുറ്റ കാറ്റഗറിയിലാണ്. അപ്പം ഞാൻ ഇതുമായിട്ട് സഹകരിച്ചു പോയി. ഞാൻ ഒരാളോട് സഹകരിച്ചിട്ടില്ല കേട്ടോ. ഞാനപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് വല്ലാത്തൊരു കാറ്റഗറിയാണ്, നമുക്ക് പറ്റത്തില്ല.
പിടിച്ചു നിൽക്കാൻ നമുക്ക് പറ്റത്തില്ല. കാരണം നമുക്ക് ഈ പ്ലേയിൽ ഇപ്പം നമ്മളെ പറ്റി കള്ളം പറയുന്നു, ഇയാളോട് വേറൊരു രീതി പറഞ്ഞു കൊടുത്തിരിക്കുന്നു, ഇയാൾ അവിടെ നമുക്ക് നിൽക്കാൻ, നമുക്ക് സത്യസന്ധരായിട്ട് ജീവിക്കുന്നുണ്ട്. നമുക്ക് ഓപ്പണായിട്ട് നമ്മൾ ചില കാര്യങ്ങൾ നമ്മുടെ ദുഃഖങ്ങളും മറ്റുള്ളവരിൽ നിന്ന് മറച്ചു വെച്ച് നിൽക്കും. പക്ഷെ നമുക്ക് കള്ളം പറഞ്ഞിട്ടുള്ളൊരു ജീവിതമില്ല. അതുകൊണ്ട് നമുക്ക് ഇവരുടെ കൂടെ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. ഇവരെന്താ പറയുന്നത്, എന്താ ചെയ്യുന്നത്, എന്താണെന്നൊന്നും പിടികിട്ടത്തില്ല. അപ്പം അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഒരാളോടും സഹകരണമില്ല, ആരോടും റിലേഷൻഷിപ്പില്ല, ഒരിടത്തും പോകത്തില്ല. എൻ്റെ ഫ്ലാറ്റിൽ സുഖമായിട്ട് ഉറങ്ങുക, ഭക്ഷണം കഴിക്കുക, കുട്ടിയെ വളർത്തുക, കുട്ടിക്ക് വേണ്ടി ജീവിക്കുക. ഭർത്താവിൻ്റെ കാര്യങ്ങൾ ഓൾമോസ്റ്റ് എല്ലാം ഭർത്താവ് തന്നെയാണ് ചെയ്യുന്നത്. എന്നാൽ പോലും ഞങ്ങളുടെ ഒരു ലൈഫുമായിട്ട് മുന്നോട്ട് പോകുക. ഇതല്ലാതെ കാരണം ഞാൻ ഒരുപാട് പാഠങ്ങൾ കുറച്ച് ദിവസം കൊണ്ട് തന്നെ പഠിച്ച് മനസ്സിലാക്കി. ഇതായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. ഇവരുടെ പരസ്പരം സഹകരണത്തിൽ ഇത്രയും അഴുക്കുകൾ ഉണ്ടെങ്കിൽ എന്തിനാണ് സഹകരണം? എന്തിനാണ് നമ്മൾ ആരെ കാണിക്കാനാണ് നമ്മൾ സഹകരിക്കുന്നത്? ഒരു സോഷ്യൽ ബീയിങ് ആകുന്നത് എന്തിനാണ്? നമ്മൾ നമ്മുടെ കാര്യം നോക്കുക, നമ്മുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുക. നല്ല വ്യക്തികളുണ്ടെങ്കിൽ, പൂർണ്ണ വിശ്വാസം ഉണ്ടെങ്കിൽ, ഈ കണക്കിന് അഭിനയിക്കുന്ന ആളുകൾ ഉണ്ടാകാം, നമുക്കത് തിരിച്ചറിയാൻ എപ്പോഴെങ്കിലും ഒക്കെ സാധിക്കും. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് വിട്ടു നിൽക്കുക. പിന്നെയാണെങ്കിൽ ഈ പായിൽ ചോറിട്ട് കൊടുത്ത കാര്യം ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ആ പായിൽ ചോറിട്ട് കൊടുത്ത അവർ തിരിച്ചു വരുമ്പോൾ ഇവർ വളരെ ആ പ്രസൻറ്റ് ഒരു മിനിറ്റ് കൊണ്ട് ഇവർ ചേഞ്ച് ആയിട്ട് അവരോട് വളരെ ഇവള് വലിയ ഹാപ്പി ആയിരുന്നു എന്ന് പറഞ്ഞാൽ കുട്ടിയെ കൊടുക്കുന്നു, പോകുന്നു. അപ്പോൾ ഞാനാണെങ്കിൽ എനിക്ക് അപ്പം നിങ്ങൾ ചോദിക്കും ഞാൻ എന്തുകൊണ്ട് അവരോട് ഇൻഫോം ചെയ്തില്ല? ഇൻഫോം ചെയ്യാത്തതിന് കാരണം എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ വർഷങ്ങൾ കഴിഞ്ഞു, കുഴപ്പമില്ല. ഇൻഫോം ചെയ്യാത്ത കാരണം എന്ന് പിന്നെ ഇപ്പം ഞാൻ പേരെടുത്ത് പറയുന്നില്ല, ആരുടെ കുട്ടി എങ്ങനെ കുട്ടി ആര് ഇരുന്നൊക്കെ ഒന്നും പറയുന്നത്, കാരണം ഇവർ കുറേ പേരോട്ട് സഹകരിക്കുന്നുണ്ട്. പിന്നെയാണെങ്കിൽ ഞാൻ പറഞ്ഞതിന് കാരണം ഞാൻ അന്ന് അവരോടത് പറയാതിരുന്നത് ഇവർ തമ്മിൽ നേരത്തെ പരിചയമുള്ളതാണ്. ഇത്ര നാളുകൊണ്ടും അവരത് മനസ്സിലാക്കുന്നില്ല. കാരണം ഇവർ അത്ര പെരുങ്കള്ളിയാണ്. കാരണം ഇവരുടെ മുന്നിൽ വേറെ രീതിയിൽ ബിഹേവ് ചെയ്യുന്നത് ഇറ്റ്സ് ഓക്കെ. പക്ഷേ ഞാൻ അവിടെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം സ്ത്രീകൾക്ക് പൊതുവേ എന്നോട് എന്തോ ഒരു ദേഷ്യമാണ്. കാരണം അവർക്ക് എന്താ പറയുന്നത്, ഞാൻ എന്ത് ചെയ്തിട്ടാണെന്ന് എനിക്കറിയത്തില്ല. അതെനിക്ക് ഞാൻ ഇപ്പോഴും സഹിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. നിങ്ങൾക്ക് എൻ്റെ യൂട്യൂബ് എടുത്താൽ കാണാം, വളരെ എന്നെ ഒട്ടും അറിയാത്ത ആരെങ്കിലും ഒരു ലേഡിയോ അല്ലെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനലിൽ കമൻറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ എൻ്റെ ഫേസ്ബുക്ക് ഫ്രണ്ട്സ് എടുത്താൽ പോലും കാണാം. എനിക്ക് സ്ത്രീകൾ ഫ്രണ്ട് റിക്വസ്റ്റ് അയക്കുന്നതും കമൻറ്റ് ചെയ്യുന്നതും സ്ത്രീകൾ നല്ലത് പറയുന്നതും ഞാൻ ആരെയും ദ്രോഹിച്ചിട്ടല്ല എന്ന പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട്. അത് ദൈവത്തിന് മാത്രം ബോധിപ്പിച്ചാൽ മതി. ഞാൻ ആരെയും ദ്രോഹിച്ചിട്ടല്ല. പക്ഷേ എന്തുകൊണ്ടോ സ്ത്രീകൾക്കൊക്കെ എന്നോട് എന്തോ ഒരു ഇതാണ്, സഹകരിക്കാൻ ഒരു മടിയാണ്. ഒരുപക്ഷെ എന്നെ കാണുമ്പോൾ അവർക്ക് വലിയ ജാടയായിട്ട് തോന്നുന്നുണ്ടാണ്. പക്ഷെ എന്നോട് അടുത്ത് സഹകരിച്ചവരാരും ഞാൻ ജാട എന്ന് പറയത്തില്ല. എനിക്ക് അങ്ങനത്തെ ഒരു ജാടയോ ഒരു എന്താ പറയുക അഹങ്കാരമോ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള, ഞാൻ വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരാളാണ്. അത് അടുത്തിടപഴകുന്നവർക്കറിയാം. അപ്പം എൻ്റെ ചേച്ചിയുടെ കുറേ ഫ്രണ്ട്സൊക്കെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ ദൂരെ നിന്ന് തന്നെ കണ്ടിട്ട് എന്നോട് നേരിട്ട് പറഞ്ഞു. ആ ചേച്ചിയോട് ഞാൻ ഇപ്പോഴും കോൺടാക്റ്റ് ഉണ്ട്. അപ്പോൾ ആ ചേച്ചി എന്നെ ഇങ്ങോട്ട് വിളിക്കും. ഞാൻ ഫസ്റ്റ് ഫേസ്ബുക്ക് എടുത്തപ്പോൾ എനിക്ക് ഫസ്റ്റ് വന്ന ഗോൾ ചേച്ചിയുടെതാണ്. അപ്പോൾ ചേച്ചി പറഞ്ഞു, മോളെ ആ ചേച്ചിയോട് ഞാൻ മിണ്ടത്തൊന്നുമില്ല, നേരെ കാണുമ്പോൾ ഇങ്ങനെ നോക്കും, അത്രേ ഉള്ളൂ. അപ്പോൾ എന്നോട് ചിരിച്ചാലേ ഞാൻ ചിരിക്കത്തുള്ളൂ. അപ്പോൾ അങ്ങോട്ട് കയറി ചിരിക്കുക അങ്ങനെ എനിക്ക് അത്ര സഹകരണം എനിക്കറിയില്ല. അപ്പോൾ ഞാൻ എന്നോട് സഹകരിക്കുന്നവരോട് എന്നോട് ഒന്ന് മിണ്ടിക്കഴിഞ്ഞാൽ ഒന്ന് കൂട്ടായി കഴിഞ്ഞാൽ ഞാൻ വളരെ ഓപ്പൺ ആയിട്ടുള്ള വളരെ ക്ലോസ് ആകുന്നൊരു ക്യാരക്ടറാണ്. അപ്പം എന്താ പറയുക, അപ്പോൾ ആ ചേച്ചിയോട് പറഞ്ഞതെന്ന് പറയുമ്പോൾ മോളെ നിന്നോട് മിണ്ടി കഴിഞ്ഞപ്പോൾ നീ ഇത്ര പാവമാണ് എന്നോട് നേരിട്ട് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ കുറേ പേര് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം നീ ഇത്ര പഞ്ചപാവമാണോ, ഞങ്ങളാണെങ്കിൽ പേടിയാണ് നിന്നോട് മിണ്ടാനായിട്ട്. നീ പോകുമ്പോൾ ഞങ്ങൾക്ക് എന്തൊരു പേടി പോലെ, സത്യം പറഞ്ഞാൽ പേടിയാണ് നിന്നോട് മിണ്ടാൻ. നീ ഇത്ര പാവമാണെന്ന് അറിഞ്ഞില്ല. പിന്നെ ഓവർ ക്ലോസ്ഡ് ആണ് ചേച്ചിയോട്. അപ്പോൾ അങ്ങനെ അപ്പോൾ അതുപോലെ നമ്മളോട് മിണ്ടാത്തത് കൊണ്ടാണ് എന്താണെന്ന് അറിയത്തില്ല. സ്ത്രീകൾക്ക് പൊതുവെ എന്നോട് എല്ലാവർക്കും ദേഷ്യമാണ്. എന്താണെന്നുള്ളത് അവർക്കേ അറിയുള്ളൂ. അപ്പോൾ അങ്ങനെ പുരുഷന്മാർക്ക് കുഴപ്പമില്ല, ഫ്രണ്ട്ലി ആയിട്ട് ഒത്തിരി പേര് സംസാരിക്കാറുണ്ട്, ഫ്രണ്ട്ലി ആയിട്ട് ഒരുപാട് പേര് സഹകരിക്കാറുണ്ട്. എല്ലാവരും നെഗറ്റീവ് മീനിങ്ങിൽ എടുക്കുന്നില്ല. എന്നാൽ പോലും നല്ല ഫ്രണ്ട്ലി ആയിട്ട് പുരുഷന്മാർക്ക് അത്ര അങ്ങനെ ഒരു മടിയായിട്ട് തോന്നുന്നില്ല എന്നോട് മിണ്ടാനായിട്ട്. പക്ഷേ സ്ത്രീകൾക്ക് എന്നോട് പൊതുവെ ഒരു അകൽച്ചയാണ്, എന്തോ ഒരു ഇതാണ്. അപ്പോൾ അങ്ങനെ ആകുന്നതുകൊണ്ട് ആ ലേഡിക്കും എന്നോട് അത്ര ക്ലോസ് ആവത്തില്ല. ആ ഒരു ലേഡി എന്ന് പറഞ്ഞാൽ അവരും എന്നോട് അത്ര ക്ലോസ് ആവാത്തത് കൊണ്ടും എന്നിട്ടും ഞാൻ അവരുടെ വീട്ടിൽ പോയിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് ഇനി കുട്ടിയെ ആക്കണമെങ്കിൽ നിങ്ങൾ എൻ്റെ അടുത്ത് കൊണ്ട് ഏൽപ്പിക്കുക കേട്ടോ, എനിക്ക് ഇവിടെ വലിയ ഇഷ്ടമാണ്, എനിക്കതേ പറ്റുമായിരുന്നുള്ളൂ. ഞാൻ അവരുടെ വീട്ടിൽ പോയിട്ട് പറഞ്ഞു, അവരുടെ ഫ്ലാറ്റിൽ പോയിട്ട് ഞാൻ പറഞ്ഞു പോകണമെന്നുണ്ടെങ്കിൽ ജോലിക്ക് പോകുമ്പോൾ നെക്സ്റ്റ് ടൈം ഇവിടെ എൻ്റെ അടുത്ത് ആക്കുക കേട്ടോ, ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞു. എൻ്റെ മാക്സിമം അതാണ്. കാരണം എനിക്ക് ഇവരെ പറ്റി പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർ തമ്മിൽ അതൊരു ഇഷ്യൂ ആകും.
പിന്നെ അത് മോശം. അപ്പം ഞാൻ ഒരു വഴക്ക് പിടിപ്പിച്ചോ എന്നുള്ളൊരു രീതിയിൽ വരും. എനിക്ക് അത്ര മെച്യൂരിറ്റി ഉള്ളായിരുന്നു. അവിടെ വഴക്ക് പിടിപ്പിക്കുന്നുള്ളതൊന്നും കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് പറയണം, അങ്ങനെ പറയണം. നമ്മളിപ്പോൾ നിങ്ങൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് അത് തന്നെയാണ്. ഇപ്പോൾ നമ്മൾ പറയണം അത് തുറന്ന്. കാരണം എന്താ പറയുക, വഴക്ക് പിടിപ്പിക്കുന്നതല്ല, നമ്മൾ ദൈവത്തിന് വിചാരിച്ചാൽ മാത്രം മതി. നമ്മളത് പറയണം എന്നാണ് എൻ്റെ ഇപ്പോഴത്തെ ഒരു മെച്യൂരിറ്റി വെച്ചിട്ടാണെങ്കിൽ ഞാൻ പറയുമായിരുന്നു, നിങ്ങളുടെ കുട്ടിക്ക് അവർ ഇതിങ്ങനെ ചെയ്തിട്ടുണ്ട്, മെയിലിൽ നിങ്ങൾ നിങ്ങളുടെ കുട്ടിയെ അങ്ങനെ ആക്കാൻ പാടില്ല എന്ന്. പക്ഷെ എനിക്ക് അന്ന് അത്ര മെച്യൂരിറ്റി ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ചെന്നിട്ട് അവരോട് പറഞ്ഞു, നെക്സ്റ്റ് ടൈം ഇവളെ എൻ്റെ അടുത്ത് കൊണ്ടുവരുമോ. പക്ഷെ അവർ തന്നില്ല എന്നുള്ളതാണ്. അവർ എൻ്റെ അടുത്ത് കൊണ്ടുവന്നില്ല. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അവർക്ക് അവരുടെ കുട്ടിക്കും അവർക്കും ഇത് വരാനുള്ള വിധിയാണ്. അവർ തന്നില്ല. കാരണം ഞാൻ അടുത്ത് വന്നതല്ലേ ഉള്ളൂ. അപ്പോൾ അവരെ എന്തുകൊണ്ടും എൻ്റെ അടുത്ത് തന്നില്ല. നമ്മൾ നന്മയായിട്ട് നമ്മുടെ കുഞ്ഞിനേക്കാളും പൊന്നു പോലെ നോക്കുന്ന നമ്മളുടെ അടുത്ത് തരാത്തത് അവരുടെ വിധി. ഇവർ പിന്നെയും ആ സ്ത്രീയുടെ അടുത്ത് തന്നെ കൊണ്ട് കൊടുത്തു. ഒരു 1-2 ദിവസം കൊടുത്തോളം തോന്നുന്നു. അപ്പോൾ തന്നെ മനസ്സിലായി തോന്നുന്നു, പിന്നെ ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ അത് എനിക്ക് അങ്ങനെ പറയാനും, പിന്നെ ആ കുഞ്ഞ് ആ താഴേന്ന് ഒരു വറ്റു മാറി തിന്നപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാനും പറ്റും. ഞാൻ പ്രാർത്ഥിച്ചിട്ട് ദൈവം ഈ കുഞ്ഞിന് ഇൻഫെക്ഷനോ അങ്ങനത്തെ ഒന്നും വരുത്തരുതേ, ജേംസ് ഒന്നും പോകരുതേ എന്ന് പ്രാർത്ഥിച്ചു. പിന്നെ ഞാൻ ആ കുഞ്ഞിൻ്റെ കയ്യിൽ പിടിച്ച് വെച്ചോണ്ട് കുട്ടിയോട് കഴിക്കരുതെന്ന് പറഞ്ഞിട്ട് ഞാൻ വാരി കൊടുത്തു. ഒരു വറ്റേ അത് വാരിയുള്ളൂ. കാരണം വാരി കഴിഞ്ഞപ്പോഴാണ് ഞാൻ കാണുന്നത് ഇതിന് പെറുക്കി തിന്നും. അങ്ങനെ ഇട്ട് കൊടുക്കുന്നവർക്ക് ഹോബിയാന്നുള്ളത്. അപ്പം അങ്ങനെ ആ സമയത്ത് എനിക്ക് പ്രാർത്ഥിക്കാനും പിന്നെ അവരോട് ചെന്ന് ഇങ്ങനെ എൻ്റെ അടുത്ത് കൊണ്ടുവരൂ എന്ന് പറയാനും മാത്രമേ എനിക്ക് അറിയാമായിരുന്നുള്ളൂ. അങ്ങനെ ചെയ്യാനാണ് അന്നത്തെ എൻ്റെ ഒരു മെച്യൂരിറ്റിയിലും എൻ്റെ ഒരു ചിന്തയിലും അങ്ങനെ ചെയ്യാൻ മാത്രമേ അറിയത്തുള്ളായിരുന്നു. പിന്നെ ഈ സ്ത്രീകൾ നമ്മുടെ ഡ്രസ്സിങ് സ്റ്റൈല്, നമ്മൾ ഡ്രസ്സ് ഇപ്പോൾ ഡ്രസ്സിങ്ങിനെ പറ്റി പറഞ്ഞാൽ എനിക്കിപ്പോൾ ഓപ്പണായിട്ട് പറയാനൊരു ബുദ്ധിമുട്ടുണ്ട്. നമ്മളുടെ എന്തൊക്കെയോ കുറ്റങ്ങൾ, ഇപ്പം ഡ്രസ്സ്, പിന്നെ അവയവങ്ങൾ, ഇതൊക്കെ ഇവരുടെ നോട്ടമാണ്. ഓരോരോ കാര്യങ്ങൾ. അപ്പോൾ അതങ്ങനെ ഇതിങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് അതിനുമൊക്കെ കുറ്റം പറയുന്നത് ആ സ്ത്രീക്കൊരു ഒരു പണിയാണ്. ആ സ്ത്രീയുടെ ഒരു മെയിൻ ഹോബിയാണത്. ഈ ഡ്രസ്സിങ്ങിന് കുറ്റം പറയുക. പിന്നെ ഫാഷൻ, ഇപ്പം നമ്മൾ നല്ലതായിട്ട് ഡ്രസ്സ് ചെയ്താൽ നമ്മൾ ഫാഷൻ, നമ്മൾ ആ ഡ്രസ്സ് ഇടുന്ന ഈ ഡ്രസ്സ് ഇടുന്ന അതിന് കുറ്റം ഇതിന് കുറ്റം കളിയാക്കുക. ആരെ കണ്ടാലും ആരോടും മിണ്ടിയാലും എവിടെ പോയാലും എന്ത് ചെയ്താലും പൊതുവായിട്ടുള്ള കാര്യം. ഇവരുടെ വേറെ സ്വഭാവം കൂടെ ഉണ്ട്. ഞാൻ ഒരു പ്രാവശ്യം ഒരു വീട്ടിലിരുന്നപ്പോഴത്തേക്കും ഇവരാണെങ്കിൽ ഒരു കുക്കിംഗ് ചാനൽ എന്താ ഒരു ദൂരദർശൻ അങ്ങനെ എന്തോ ഒരു സാധനം, ഏഷ്യാനെറ്റോ കുക്കിംഗ് വീഡിയോ നടക്കുന്നു. അപ്പം ഇവരുടെ ഡയലോഗ്സ് ആണ്, കണ്ടോ അവരുടെ കുക്കിംഗ് കണ്ടോ, അവരുടെ അത് കണ്ടോ. ഇവരൊരു മീഡിയയിലൂടെ കാണുന്ന അവർക്ക് അറിയാത്തവരെ ഇവർക്ക് കുറ്റം പറഞ്ഞൊരു ഹോബിയാണ്. പിന്നെ ഇപ്പം തന്നെ കണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തോ ഒരു തരം താഴ്ന്ന ലെവലാണ്. പക്ഷെ നമുക്കിത് കാണുമ്പോൾ എന്ത് ഇവർ ചെയ്യുന്നത്, ഇവരെന്തിനാ അവരെ കുറ്റം പറയുന്നത്. ഇവർക്ക് അവർ കുക്കിംഗ് ചെയ്യുന്നതിനോട് അങ്ങനെ ഈ മീഡിയ എന്നെയൊക്കെ എന്തൊക്കെ പറയുമായിരിക്കും. ഞാനും കുക്ക് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഓരോന്നിനും ഇങ്ങനെ കൗണ്ടർ പറഞ്ഞ് എന്തോ ഒരു ലൈഫാണ് അവരുടെ കേട്ടോ. നമുക്ക് അത്ഭുതമാണ്. അപ്പോൾ അവരെന്ത് ചെയ്തിട്ട് ഇവരിങ്ങനെ കുറ്റം പറയുന്നത്. അവർ നോർമലി നിന്ന് കുക്ക് ചെയ്യും. സാധാരണ ഒരു വ്യക്തികളത് കണ്ടിരിക്കുമ്പോൾ ഒരു കുക്കിങ്, ഒരു ചിക്കൻ കറി വെക്കുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കറി വെക്കുന്നു എന്നല്ലാതെ നമുക്ക് ഇവർ കാണുന്ന ഒരു സെൻസിലൂടെ കാണാൻ പറ്റത്തില്ല. ഇവർ കണ്ടോ പിന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ പറയാം. സത്യം പറഞ്ഞ കോമഡി അല്ല, ട്രാജഡിയാണ്. ട്രാജഡി എന്ന് പറഞ്ഞാൽ അറ്റ്മോസ്റ്റ് ട്രാജഡി. അങ്ങനെയൊക്കെ ഒന്ന് ആലോചിക്കുക. ഇത്തരം പീപ്പിൾ, നിങ്ങൾക്ക് ഇങ്ങനത്തെ കാറ്റഗറിയിലുള്ള ആരെങ്കിലും അറിയെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് ഇതുപോലുള്ള ആരെങ്കിലും അറിയെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. വളരെ വെറൈറ്റി ആയിട്ടുള്ളൊരു അത്ഭുതകരമായ ലൈഫാണ് അവരുടെ. പിന്നെയാണെങ്കിൽ ഈ പാർട്ടീസ് ഒന്നുണ്ടല്ലോ, എവിടെയെങ്കിലും ആർക്കെങ്കിലും ഷിഫ്റ്റ് ചെയ്യണമെങ്കിലോ അത് ചെയ്യണമെങ്കിലോ ഓടും. കാർട്ടൺ എടുത്തോണ്ട് ഓടുക, അതെടുത്തോണ്ട് ഓടുക, ഇതെടുത്തോണ്ട് ഓടുക, ഓട്ടവാ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ കാര്യങ്ങൾ ഹെൽപ്പ് എന്ന് പറഞ്ഞാൽ അത് ചെയ്യുമ്പോൾ അതൊരു ഹെൽപ്പാണ് കേട്ടോ. അത് കാരണം ഇവർ കുറ്റം പറയുന്നത്, ഈ ഹെൽപ്പ് കിട്ടുന്നവർ കുറ്റം പറയുന്നതായിട്ട് അറിയുന്നില്ലല്ലോ. അറിഞ്ഞു കഴിഞ്ഞാലേ ഉള്ളൂ അവർക്ക് മനസ്സിൽ എന്തോ പോലെ തോന്നുന്നത്. അപ്പോൾ ഇവർ അങ്ങോട്ട് ഓടി. അപ്പോൾ എല്ലാവരും ഹെൽപ്പ് ചെയ്യുന്നത് മറ്റുള്ളവരെ ഒന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞില്ലേ, പൈസ മുടക്കി ഇവരുടെ ശരീരം കൊണ്ട് എന്ത് വേണമെങ്കിലും ചെയ്യും. പക്ഷെ ഇവർക്ക് അതിനുള്ളൊരു ബെനിഫിറ്റ് ഉണ്ടെന്ന് വെച്ചാൽ ഇവർക്ക് ഇങ്ങനെ കുറ്റം കാണാനും കുറ്റം കണ്ടുപിടിക്കാനും ഇഷ്ടമാണ്. പിന്നെ ആണെങ്കിൽ വേറെ ഇവർക്ക് പ്രയോജനമില്ലാത്ത ഒരു കാര്യം ഇവർ ചെയ്തില്ല. അതാണ് നമ്മൾ ഹെൽപ്പ് എന്ന് പറയുന്നത്. നമ്മൾ ഒന്നും ആഗ്രഹിക്കാതെ ചെയ്യുന്ന ഒരു കാര്യത്തിനെയാണ് ഹെൽപ്പ് എന്ന് പറയുന്നത്. അല്ല നമ്മളെ ഏതെങ്കിലും ഒരു പാർട്ടി കൂടെ ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യത്തിന് ഹെൽപ്പ് എന്ന് പറയുമോ? ഇവരിങ്ങനെ അഭിനയിക്കുന്നത്, ഹെൽപ്പ് ചെയ്യുന്നതായിട്ട്, എന്നിട്ട് ചൂഷണം ചെയ്യും. ഇവരങ്ങനെ അവരങ്ങനെ എന്ന് പറയും. ഇവർക്ക് എന്തെങ്കിലും ഒരു ലക്ഷ്യം കാണും അവിടെ നിന്നിട്ട്, എന്തെങ്കിലും അതിൻ്റെ ചൂഷണം ചെയ്യാനുണ്ടാവും. അവർക്കത് മനസ്സിലാവും കാര്യം എന്താണ്.
അപ്പോൾ അങ്ങനെയുള്ള ചൂഷണം ചെയ്യലാണ്. ഭർത്താവിനുണ്ടെങ്കിൽ ഭർത്താവിനായിരിക്കും ചൂഷണം ചെയ്യേണ്ടത്. അങ്ങനെ അപ്പം അങ്ങനെയുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ഇവർ ഹെൽപ്പ് ചെയ്യത്തുള്ളൂ കേട്ടോ. പിന്നെ ആ ചൂഷണം ചെയ്ത് നടക്കാതെ വരുമ്പോഴേക്കും എന്താ പ്രശ്നം? പിന്നെ കുറ്റം പറച്ചിൽ കൂടും. മനസ്സിലായി? നമ്മൾ ആ ചൂഷണം ചെയ്യാന്ന് പറഞ്ഞാൽ ഹെൽപ്പ് ചെയ്തത്, അപ്പം അത് നടക്കാതെ വരുമ്പോൾ പിന്നെ തീർന്നു. എല്ലാ തരത്തിലും പിന്നെ നമ്മൾ അപമാനിക്കാനും പ്രശ്നങ്ങളും ഒക്കെ ആക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കും. പിന്നെയാണെങ്കിൽ ഈ സ്ത്രീയെ പറ്റി പറഞ്ഞതെന്ന് പറഞ്ഞാൽ എല്ലാത്തിനോടും ആർത്തിയാണ്. അപ്പം വേറൊരു റിലേറ്റീവ് ഉണ്ട്, ആ പുള്ളിക്കാരനാണെങ്കിൽ ഒരുപാട് സാധനങ്ങളൊക്കെ കിട്ടുന്ന ഒരു ജോലിയാണ്. അപ്പം കുറേ ആളുകളൊക്കെ വെക്കേറ്റ് ചെയ്ത് പോകുമ്പോൾ അമേരിക്കൻ കമ്പനി അങ്ങനെ ഇതൊക്കെ, അപ്പോൾ അവിടെ നിന്ന് വെക്കേറ്റ് ചെയ്ത് പോകുമ്പോൾ കുറേ സാധനം, അപ്പോൾ പുള്ളിയുടെ നാട്ടിലോട്ട് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ട് പുള്ളിക്കാരനാണെങ്കിൽ എൻ്റെ കുറച്ച് സാധനങ്ങളാണ്, ബെഡ്ഷീറ്റ് അങ്ങനെ പാത്രങ്ങൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ. അപ്പോൾ പുള്ളിക്കാരനാണെങ്കിൽ ഇതൊക്കെ നാട്ടിലോട്ട് നല്ലതൊക്കെ അവർക്ക് ഭാര്യയ്ക്ക് നല്ലതൊക്കെ അയച്ചിട്ട് ബാക്കി അയക്കാൻ പറ്റാത്ത ഒരുപാട് പൈസയാണ് ഇവിടെ നാട്ടിലേക്ക് അയക്കണമെങ്കിൽ, അയക്കാൻ പറ്റാത്തതോ അല്ലെങ്കിൽ അത്രയ്ക്ക് നല്ലതൊന്നും അല്ലാത്ത സാധനങ്ങൾ ഇവർക്കാണ് കൊടുത്തുകൊണ്ടിരുന്നത്. പിന്നെ എനിക്ക് കുറച്ച് സാധനങ്ങൾ ഞാൻ വന്നപ്പോഴത്തേക്ക് എനിക്ക് കുറച്ച് പാത്രങ്ങളൊക്കെ ഞാൻ ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള പാത്രങ്ങൾ സഹായമൊക്കെ പുള്ളിക്കാരൻ ഒരു പ്രാവശ്യമാണ് എനിക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ എനിക്കും തന്നിട്ടുണ്ട് 1-2 പാത്രങ്ങളും കുറച്ച് ബെഡ്ഷീറ്റും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ അപ്പോൾ അതൊക്കെ ഈ പുള്ളിക്കാരി എല്ലാ സാധനങ്ങളും ഈ പുള്ളിക്കാരിക്ക് വേണം. അപ്പോൾ പുള്ളിക്കാരി എനിക്ക് കൊടുക്കുന്നതിന് പ്രശ്നം, എനിക്ക് എന്താണ് തരുന്നതെന്ന് പ്രശ്നം. അങ്ങനെ ആ പുള്ളിക്കാരനോട്ട് ഞാൻ ഒരു കോണ്ടാക്റ്റും ഇല്ലായിരുന്നു. അത് കഴിഞ്ഞ് വർഷങ്ങളായിട്ട് പിന്നെ ഞങ്ങൾ മിണ്ടത്തില്ല. കാരണം ഈ പുള്ളിക്കാരി ഇങ്ങനെയാണ്, നമുക്ക് എന്തെങ്കിലും തന്നോ എന്ന് പറഞ്ഞിട്ട് ഒരു വെപ്രാളാവും. അപ്പോൾ എന്താ പറയുന്നത്, അങ്ങനെ ഈ ആൾ ഒരു ദിവസം കുറേ ചെമ്മീനൊക്കെ വാങ്ങിച്ചുകൊണ്ട് തന്നത്. അപ്പോൾ ആ പുള്ളിക്കാരനാണെങ്കിൽ ഫാമിലി ഇവിടെ ഇല്ലാത്തതുകൊണ്ട് നന്നായിട്ട് കുക്ക് ചെയ്ത് എന്തെങ്കിലും കഴിക്കാം എന്നുള്ളത് കൊണ്ടാണ് അവിടെ ചെന്നത്. അപ്പോൾ ഈ പുള്ളിക്കാരി എല്ലാ ചെമ്മീനും കൂടെ 2-3 ചെമ്മീൻ എടുത്തിട്ട് കറി വെച്ച് കൊടുത്തു, ബാക്കി എല്ലാം കൂടെ ഫ്രിഡ്ജിൽ വെച്ചു തന്നു. ഞാനാണെങ്കിൽ ഈ പുള്ളിക്കാരൻ ഒരു പ്രാവശ്യം എന്തോ ഒരു എന്താ മീറ്റ് മുയലിറച്ചി, അത് ഒരു സ്പെഷ്യലാണല്ലോ. അപ്പോൾ മുയലിറച്ചി കൊണ്ടുവന്നപ്പോഴത്തേക്ക് ഞാനതെല്ലാം കൂടിയിട്ട് അപ്പം തന്നെ കുക്ക് ചെയ്ത് ഒരു വലിയ പാത്രത്തിലാക്കി അപ്പം തന്നെ എല്ലാം പുള്ളിയുടെ മുന്നിൽ തന്നെ കൊണ്ട് വെച്ചു കൊടുത്തു. അപ്പം പറഞ്ഞു, അയ്യോ തന്നെ ഇതെല്ലാം കൂടെ എടുത്ത് കുക്ക് ചെയ്താ. അപ്പം ഞാൻ എന്താ വിചാരിക്കുന്നത്, പുള്ളിക്കാരൻ കൊണ്ടുവന്നതല്ലേ, അപ്പോൾ പുള്ളിക്കാരനൊരു ആഗ്രഹം കാണുമല്ലോ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ ലേഡീസ് കുക്ക് ചെയ്യുന്ന ഇഷ്ടമായതുകൊണ്ടാണല്ലോ അങ്ങനെ കൊണ്ടിരുന്നത്. അപ്പോൾ പുള്ളിക്കാരി കുക്ക് ചെയ്താലും കൊള്ളത്തില്ലായിരുന്നു, പക്ഷേ ഇങ്ങനെ ഇച്ചിരി എടുത്ത് പറഞ്ഞു വായി വയ്ക്കാൻ കൊള്ളത്തില്ലായിരുന്നു, പക്ഷേ ഞാൻ ഇതുപോലെ ഇങ്ങനെ കഴിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ചേ തന്നുള്ളൂ, 1-2 ചെമ്മീൻ കൊടുത്തിരുന്നു പുള്ളിക്കാരന്. അപ്പോൾ അല്ല, ഇതൊന്നും അറിയണം, കാരണം മറ്റുള്ളവർ പുള്ളിക്കാരിയെ പറ്റി പറയുന്നതും പുള്ളിക്കാരി മനസ്സിലാക്കിയിരിക്കണം. മനസ്സിലായോ? അതിപ്പം ഞങ്ങൾക്ക് കുറച്ച് പേർക്കല്ലേ അറിയത്തുള്ളൂ, അത് എല്ലാവർക്കും പരസ്പരം അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് ഞാനീ പറഞ്ഞത്. അപ്പോൾ മറ്റുള്ളവരെ ഇവരെ പറ്റി പറയുന്നത് എന്താണെന്നും കൂടി ഇവർ മനസ്സിലാക്കിയിരിക്കണം. പിന്നെ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഞാനത് ഫുള്ള് കുക്ക് ചെയ്ത് വെച്ചപ്പോഴാണ് പുള്ളിക്കാരന് എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. അല്ലെങ്കിൽ പുള്ളി വിചാരിക്കുന്നത് എല്ലാവരും അങ്ങനെ ആയിരിക്കുമല്ലോ. ഞാൻ ആ ഫുൾ മുയലും കുക്ക് ചെയ്തൊരു വലിയ പാത്രത്തിലെടുത്ത് കൊണ്ടുവച്ചു. കാരണം പുള്ളിയുടെ ആവശ്യത്തിന് കഴിക്കാനാണ് പുള്ളി അങ്ങനെ കൊണ്ടിരുന്നത്. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ അടുത്ത് എന്തിനാ കൊണ്ടിരുന്നത്, നമ്മൾ നന്നായിട്ട് കുക്ക് ചെയ്ത് കൊടുക്കും എന്നുള്ളത്. പുള്ളിക്കാരൻ ആ ഇത് കണ്ടപ്പോൾ പറഞ്ഞു, ഇത് മുഴുവൻ എടുത്ത് കുക്ക് ചെയ്ത് അത് കറിപ്പാത്രം മുഴുവൻ ഞാൻ എടുത്ത് വെക്കുകയും ചെയ്തു. അപ്പോൾ അയ്യോ തന്നെ ഇത് മുഴുവൻ എടുത്ത് ഞാനൊരു പ്രാവശ്യം അവിടെ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെയാണ് സംഭവിച്ചത്, ഇത്രയൊന്നും കഴിക്കത്തില്ല വെച്ചാൽ ഇതുകൊണ്ട് വെക്കുകയും എന്ന് പറഞ്ഞ് പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് മനസ്സിലാകുന്നത് മറ്റൊരാൾ നമ്മൾ നല്ലത് പ്രവർത്തിക്കുമ്പോൾ, അല്ലെങ്കിൽ എന്താ പറയുന്നത്, ഇങ്ങനെയുള്ളവരുടെ കള്ളം എപ്പോഴെങ്കിലും വെളിയിലാകും എന്നുള്ളതാണ് സത്യം. പിന്നെ അവർക്കൊക്കെ അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം പറഞ്ഞത്. ഇത് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമായതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം ഷെയർ ചെയ്തത്. പിന്നെ ആണെങ്കിൽ പിന്നെ അവരൊക്കെ ആയിട്ട് ഇപ്പോൾ സഹകരണം ഇല്ലയെന്ന് അവർ പറയുന്നതുകൊണ്ടും കൂടെയാണ് അവരുമായിട്ട് സഹകരണം ഇല്ല അവരാരും, അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. പിന്നെ ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ, നമ്മൾ ഹെൽപ്പ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ മനസ്സിൽ ഒന്നും തിരിച്ച് പ്രതീക്ഷിക്കാതെ വേണം ഹെൽപ്പ് ചെയ്യാൻ, അല്ലെങ്കിൽ അതുകൊണ്ട് യൂസ് ഉണ്ടാകത്തില്ല, നിങ്ങൾ അപമാനിതരാകുകയും ചെയ്യത്തുള്ളൂ. പിന്നെയാണെങ്കിൽ ഈ ലേഡി ഒരു പ്രാവശ്യം ഇവരുടെ വീട്ടിൽ, ഞാൻ പറഞ്ഞില്ലേ സമൂഹത്തിൽ ആരെങ്കിലും അറിയപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെയൊക്കെ ഇൻവൈറ്റ് ചെയ്ത് പാർട്ടി കൊടുത്തിട്ട് അവരെ കുറ്റം പറയുന്ന അവരുടെ മെയിൻ ഹോബിന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇവരാണെങ്കിലും ആരുടെ ഇപ്പം അവർ മറ്റുള്ളവരുടെ മുന്നിലാണ് അവിടെ കാല് പിടിച്ച് നിൽക്കുന്ന രൂപത്തിലൊക്കെ നിന്ന് അഭിനയിച്ചു കളയും കേട്ടോ. ഭയങ്കര അഭിനയമാണ്. അപ്പോൾ ഇവരെ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ ഇവരോട് ഇവരോട് നന്നായിട്ടൊന്ന് ഇടപഴകി കഴിഞ്ഞാൽ മാത്രമേ ഇവരുടെ ടോക്കിംഗ് സ്റ്റൈല്, ഇവരുടെ എന്താ പറയുക, ഓൾമോസ്റ്റ് ആർക്കും അധികം പിടികിട്ടാത്ത രീതിയിലാണ് ഇവരുടെ പെരുമാറ്റം. പക്ഷെ ഇവരുടെ അഴുക്കെന്ന് പറഞ്ഞാൽ അതികഠിനമായൊരു മാനസിക രോഗത്ത് എന്താ പറയുക, അതികഠിനമായിട്ടുള്ളൊരു അഴുക്കാണ് ഇവരുടെ മനസ്സെന്ന് പറഞ്ഞാൽ. അതിക്രൂരവും എന്താ പറയുന്ന ഒരു അഴുക്ക് പിടിച്ച മനസ്സെന്ന് പറയത്തില്ല, അതുപോലെയാണ്. കാരണം ഇവരിങ്ങനെ കുറ്റം പറയുന്ന വലിയ വലിയ ആളുകളെയും കുറ്റം പറയും, ആരെ വേണമെങ്കിലും കുറ്റം പറയും. ഇവർക്കൊരു ഹോബിയാണ്, കാരണം അവർ കേൾക്കാതെ ഇങ്ങനെ കുറ്റം പറഞ്ഞ് സുഖിക്കാമല്ലോ. ഇതുപോലെ തന്നെ അയാൾ തന്നെ പറഞ്ഞാണ്, അവരുടെ വീട്ടിൽ ചെന്നു. അപ്പം ഞങ്ങളുടെ കോമൺ ആയിട്ടുള്ള ഞങ്ങളുടെ നാട്ടിലുള്ള ആളാണ്.
അപ്പോൾ അവർ വീട്ടിൽ ചെന്നപ്പോഴത്തേക്കും എന്താ പറയുക, അയാൾ ഞങ്ങളെപ്പറ്റി ചോദിച്ചു. അപ്പം ഞങ്ങളിവിടെ റിലേറ്റീവ് ആണല്ലോ, അപ്പം ഞങ്ങളെപ്പറ്റി ചോദിച്ചപ്പോഴത്തേക്കും പറയുക, അവരെ നല്ല കാര്യങ്ങൾക്കൊന്നും സഹകരിക്കത്തില്ല, അവർ ഈ പാട്ട് കൂത്ത് മേളം അതിനൊക്കെ സഹകരിക്കത്തുള്ളൂ, അല്ലാതെ ഇപ്പം പ്രാർത്ഥനയോ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് സഹകരിക്കുകയോ ഒന്നും ചെയ്യത്തില്ല. അവർക്ക് പ്രാർത്ഥനയൊന്നും ഇല്ലാന്ന്, ഞങ്ങൾക്ക് പ്രാർത്ഥനയും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തവരാണ് ഞങ്ങൾ അടിച്ചുപൊളി പാട്ട് ഡാൻസും അങ്ങനത്തേക്ക് ഉള്ള രീതിയിലാണ് ഞങ്ങൾ. ഭയങ്കര ഇതാണ്. അതുകൊണ്ട് ഞങ്ങളുടെ നമ്പർ കൊടുത്തില്ലായിരുന്നു, ചോദിച്ചിട്ട് ഞങ്ങളുടെ നമ്പർ കൊടുത്തില്ല. അപ്പോൾ എന്താ പറയുക, അപ്പോൾ നമ്മളുമായിട്ട് ആരെങ്കിലും മറ്റുള്ളവർ സഹകരിക്കുന്നത് ഇവർക്ക് ഇഷ്ടമല്ല. അപ്പം ഞങ്ങളുടെ നമ്പർ കൊടുത്താൽ അവർക്ക് എന്ത് സംഭവിക്കാനാണ്? അപ്പം ഞങ്ങൾ ഡാൻസും പാട്ടും, അപ്പം ഞങ്ങളെപ്പറ്റി ഓക്കെ, ഞങ്ങളുടെ നമ്പർ കൊടുക്കാൻ പറ്റുന്നില്ല, ഞങ്ങളുടെ കയ്യിൽ നമ്പർ ഇല്ല അവരുടെ എന്ന് പറഞ്ഞാൽ പോരെ. പിന്നെ ആണെങ്കിൽ നാട്ടിൽ നിന്ന് അമ്മ എനിക്ക് കുറച്ച് സാധനങ്ങൾ കൊടുത്തുവിടാൻ പറഞ്ഞപ്പോൾ ഇവർക്ക് വേണ്ടി ഞാൻ എല്ലാ സാധനങ്ങളും ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു വരുമ്പോഴേക്കും. അപ്പോൾ എനിക്ക് നാട്ടിൽ നിന്ന് അമ്മ സാധനം കൊടുക്കാൻ ചെന്നപ്പോഴത്തേക്കും അമ്മയോട് പറഞ്ഞു ഞങ്ങൾ ഒരുമായിട്ട് കിലോമീറ്ററുകൾ ദൂരെയാണെന്ന് കള്ളം പറഞ്ഞു. എന്നാലോചിച്ച് നോക്കിക്കേ. പക്ഷേ ഞങ്ങളുമായിട്ട് അവർ തൊട്ടടുത്തായിരുന്നു. എന്നിട്ട് ഇവർ കള്ളം പറയുകയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവർ മറ്റുള്ളവരോട് ഇങ്ങനെ കള്ളം പറയും. അപ്പോൾ അവർക്ക് അറിയത്തില്ലല്ലോ, അവർ ദൂരെയാന്ന് പറയുമ്പോൾ അവർ സാധനങ്ങളൊന്നും കൊടുത്തു വിടത്തില്ല. അത്ര കള്ളത്തരോ. അത് ഞാൻ ചോദിക്കുകയും ചെയ്തു, നാളല്ലേ നിങ്ങൾക്ക് ഇങ്ങനെ പറയാനൊന്നും. അപ്പോൾ ഹസ്ബൻഡ് അത് പോയി ചോദിച്ചിട്ടുണ്ട്, ഞാൻ പറഞ്ഞില്ല ഇനി കുറ്റം പറയരുതെന്നൊക്കെ പറയാൻ പോയപ്പോൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവർ കള്ളം പറയും ഞങ്ങൾ കിലോമീറ്ററുകൾ അകലെയാണ്, തൊട്ടടുത്താണ്, ഒരു 10 കിലോമീറ്റർ പോലും ഇല്ല. ഇവിടെയൊക്കെ 10 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ അറിയാലോ, തൊട്ടടുത്താണ്. 10 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, ഇവിടെയൊക്കെ നമ്മൾ എന്താ പറയുന്നത്, ഇവിടെ നമ്മൾ ഡിസ്റ്റൻസ് ഇങ്ങനെ പറയത്തില്ല, ചുറ്റി കിടക്കുന്നതുകൊണ്ട് ഡിസ്റ്റൻസ് അല്ലല്ലോ, ഇങ്ങനെയേ ഉള്ളൂ. പക്ഷെ ഇങ്ങനെ കറങ്ങി പോകുമ്പോൾ 10 കിലോമീറ്റർ ആകുന്നതാണ് അങ്ങനെ. അപ്പോൾ അങ്ങനത്തെ ഉള്ളൊരു അത്ര അടുത്താണ്, നടന്നു പോയി കഴിഞ്ഞാൽ 10 കിലോമീറ്റർ പോയിട്ട് 5 കിലോമീറ്റർ പോലും കാണത്തില്ല. അപ്പോൾ അങ്ങനെ ഉള്ളൊരു ഡിസ്റ്റൻസിൽ ജീവിച്ചിട്ടാണ് ഇവർ പറഞ്ഞത് ഇവരുമായിട്ട് ഞങ്ങൾ ഒരുപാട് ദൂരെയാണ് എന്ന് പറഞ്ഞത്, കള്ളം പറഞ്ഞു. ഞങ്ങൾക്ക് സാധനം കൊണ്ടുവരാൻ അവർക്ക് പറ്റത്തില്ല, അതുകൊണ്ട് ഞാനാണ് എല്ലാ സാധനവും കൂടെ കെട്ടിക്കാവി ഇവർക്ക് കൊണ്ടുവരികയും ചെയ്തു. അപ്പോൾ അത് മോശമല്ല. അപ്പോൾ ഞങ്ങൾ ചോദിക്കുകയും ചെയ്തു കേട്ടോ. അത് നമ്മൾ നേരിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നേരിട്ട് ഡീൽ ചെയ്യും. ഇങ്ങനെ മറുപുറം കുറ്റം പറയാൻ നമുക്ക് എങ്ങനെ ഡീൽ ചെയ്യാൻ പറ്റും? അപ്പം മറ്റൊരാളോട് ഇവർ പറഞ്ഞതാണ് ഞങ്ങളുടെ നമ്പർ തരത്തില്ല, അവർ ഇങ്ങനെയാണ്. പിന്നെ അയാൾ കുറേ പ്രാവശ്യം ഞങ്ങളുടെ നമ്പർ ചോദിച്ചിട്ടും കൊടുത്തില്ല. ഞങ്ങളും അയാളോട് സഹകരിക്കുന്നത് ഇവർക്ക് ഇഷ്ടമില്ലായിരുന്നു, അതുകൊണ്ടാണ് നമ്പർ കൊടുക്കാതിരുന്നത്. അതിൽ നമ്മളൊരു കുറ്റം പറഞ്ഞുകൊണ്ടാണ് അവർ ആ പ്രവൃത്തി ചെയ്യുന്നത്. അതിലവർ നമ്മളെ ഒരു കുറ്റം പറഞ്ഞിട്ടാണ് അങ്ങനെയും ചെയ്യുന്നത്. നമ്പർ കൊടുക്കാത്തില്ലെങ്കിൽ എന്തിനാണ് കുറ്റം പറയുന്നത്? ഒരു കുറ്റം കൂടെ കയറ്റിയിട്ട് ഞങ്ങൾ ഡാൻസ് പാട്ട് മേളം അതിലൊക്കെയാണ് പോകുന്നത്. സൗദി അറേബ്യയിൽ ഡാൻസും പാട്ടും മേളവുമാണല്ലോ നടക്കുന്നത്, അതിലൊക്കെ ഞങ്ങൾ പോകുന്നുണ്ട്. അപ്പം ഇവർ വിചാരിക്കുന്നത് ഇതൊന്നും ആരും അറിയുന്നില്ല, ആരും ആരോടും പറയുന്നില്ല എന്നുള്ളതാണ്. ഇവരെത്ര കാലം ഇങ്ങനെ പോകും? ഇവർ പറയുന്ന എല്ലാ കാര്യങ്ങളും എപ്പോഴെങ്കിലും എന്തെങ്കിലും കാരണം കൊണ്ടാണ്, മറ്റുള്ളവർ വന്നിങ്ങനെ പറയുന്നതല്ല, എന്തെങ്കിലും കാരണം കൊണ്ട് അത് റിവീലാകും. അത് ദൈവം കൊടുക്കുന്നതാണ് ഇവർക്ക്, മനസ്സിലായി. അപ്പോൾ ഇവരെ മനസ്സിലാക്കിയിരിക്കണം നമ്മൾ. ഇത്തരം കാറ്റഗറിയിലുള്ള പേഴ്സൺസിന് നമ്മൾ കണ്ണ് തുറന്ന് കാണണം. നമുക്ക് ആദ്യം പിടികിട്ടത്തില്ല. ഞാൻ പറഞ്ഞില്ല, ആദ്യം ഞാൻ വൈ ഇതെന്താ എൻ്റെ ചോദ്യങ്ങൾ മുഴുവൻ. പക്ഷെ പിന്നീടാണ് നമുക്കിത് മനസ്സിലാകുന്നത്, എന്താണെന്നുള്ള കാര്യം ക്ലിയർ ആയിട്ട് പിടികിട്ടുന്നത് പിന്നീടായിരിക്കും.